പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ സമരസംഘാടനത്തിന് അവരുടെ നോട്ടുകെട്ടുകളുടെ ബലമില്ലാതെ ഒരു ദിവസം 232 രൂപ കൂലി വാങ്ങുന്ന കുറച്ച് അടിസ്ഥാനവർഗ സ്ത്രീകളുടെ 19 നാളുകൾ പൂർത്തിയാക്കിയ സമരാവേശം കണ്ട് പേടിച്ചു വിറച്ച് ആ മുന്നേറ്റത്തിന് അള്ളുവെക്കാനിറങ്ങിയ കരിങ്കാലിപ്പണി കേരളത്തിൽ മാത്രമാണ്. മഹാരാഷ്ട്രയിൽ ഹരിയാനയിലടക്കം തുച്ഛമായ വേതനം 18,000 രൂപയായും 26,000 രൂപയും കൂലി വർധനം ആവശ്യപ്പെട്ട് ആശമാരുടെ മഹാസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആന്തോളൻ ഏകതാ സമിതികളിൽ പങ്കാളികളാണ് CITU. സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെയാണെന്നും വേണമെങ്കിൽ ഞാൻ അവിടെ നിങ്ങൾക്കൊപ്പം സമരമിരിക്കാം എന്നും മന്ത്രി വീണ ജോർജ് പൊതിഞ്ഞു കളിയാക്കും മട്ടിലല്ല. ആ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ അടിസ്ഥാന വർഗവിരുദ്ധ മനോഭാവങ്ങൾക്കെതിരെയാണ് ആസാദ് മൈതാനിയിലടക്കം മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ. കേന്ദ്രത്തിൽ മാത്രമല്ല ചെങ്കോട് ട്രേഡ് യൂണിയന്റെ സമരസംഘാടനം. ആശമാരുടെ ആവശ്യങ്ങളൊന്ന് വായിച്ചു നോക്കും മുന്നേ അനാവശ്യ സമരമെന്ന് ധനമന്ത്രിയുടെ തീർപ്പിൽ തുടങ്ങി. പാട്ടപ്പിരിവുകാർ, ഈർക്കിൽ പാർട്ടി എന്നൊക്കെ ഒരു അടിസ്ഥാനവർഗ നേതാവാണെങ്കിൽ അയാളുടെ വായിൽ നിന്ന് വന്നുകൂടാത്ത മുതലാളി അഹങ്കാരം നാറുന്ന വാക്കുകളിൽ പകച്ചു പോകാത്തവരാണെങ്കിൽ മര്യാദയ്ക്ക് സമരം നിർത്തി ജോലിക്ക് കയറിയില്ലെങ്കിൽ പട്ടടിയിലാക്കും എന്ന തിട്ടൂരത്തിൽ പോയി പണി നോക്കെന്ന് പറഞ്ഞവരാണെങ്കിൽ കുമ്പച്ചൂടിൽ മുഖം കരിവാളിച്ചിട്ടും ഇച്ഛാശക്തി ചോരാത്തവരുടെ കരുത്തം കൂട്ടമെങ്കിൽ CITUവിന്റെ ബദൽ സമര കൊട്ടേഷൻ കണ്ട് പാതിയിൽ തീർത്ത് പായ് മടക്കി വീട്ടിൽ പോയി മിണ്ടാതിരിക്കുമെന്നാണോ? സഖാവെ മൗഢ്യമാണ്. ശ്വാസം മുട്ടിയ കോവിഡ് കാലത്ത് മാത്രമല്ല, പ്രാണഭീതിയുടെ നിപ്പയിൽ മാത്രമല്ല, പോയ പതിറ്റാണ്ടിൽ ഈ നമ്പർ 1 ആരോഗ്യമെന്ന ഊറ്റത്തിന് ആണിക്കല്ലുറപ്പിച്ച് രാവന്തിയോളം വിയർപ്പു ഗ്രന്ഥികളിൽ ചോര പൊടിയും വരെ പണിയെടുക്കുന്നവർക്ക് കൊടുക്കുന്ന ശമ്പളം സർക്കാരിന്റെ ഔദാര്യം എന്നാണ് ചില്ലുമേടയിൽ കല്ലുമായിരിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവിന്റെ ധാർഷ്ട്യ പ്രഖ്യാപനം. അങ്ങനെ അധികാര കുമർച്ചങ്ങളിൽ അവഗണിച്ചിട്ടും വായിൽ തോന്നിയ പള്ളുകൾ പറഞ്ഞിട്ടും ആ സമരം പൊളിയുന്നില്ലല്ലോ എന്നൊരു മൂക്കുമുറിഞ്ഞ വാശിയിൽ നേതാവ് പറയലാണ് ആശാസമരത്തിന് വനിതാ നേതാവ് ബസ് സ്റ്റാൻഡിൽ പാട്ടപിരിച്ചു നടക്കുന്ന സാംക്രമിക രോഗം പകർത്തുന്ന ഒരു കീടം, നികൃഷ്ടജീവി. അരാഷ്ട്രീയത്തിൽ മുക്കിയെടുത്തൊരാക്രോശമാണ് സ്ഥലത്തെ CPM പ്രധാനി ഹർഷകുമാർ. ഇന്നലെ മാത്രം SFIയിൽ അംഗമായ ഒരു വിദ്യാർത്ഥി പോലും പറയാത്ത രാഷ്ട്രീയ വിരുദ്ധത ഒരു പൊതുസ്പേസിൽ ഛർദ്ദിച്ചു വെക്കാൻ ഉളുപ്പുണ്ടോ ഉപാധ്യക്ഷ എന്ന് തിരുത്തണം CPM. ഈ സമരങ്ങളുടെ അത്രയും കുത്തുക ഞങ്ങൾക്കാണ്. ഞങ്ങളല്ലാതെ ആര് സമരം ചെയ്താലും അരാജകം അരാഷ്ട്രീയം എന്ന പതിവ് സിദ്ധാന്തമല്ലാതെ ഇനിയും എന്തേ വന്നില്ല കസ്റ്റമൈസ്ഡ് ചാപ്പ എന്നോർത്തതേയുള്ളൂ. ഇക്കുറി RSS ചാപ്പ എടുക്കാൻ മറന്ന MV ഗോവിന്ദന്റെ കണ്ടുപിടുത്തം. വൈകുന്നേരമായപ്പോഴെത്തിയ അവസാന വെടി ആശാ സമരത്തിന് പിന്നിൽ SDPI ജമാഅത്തെ ഇസ്ലാമി. ചാപ്പയടിച്ചുണ്ടാക്കിയ അധിക്ഷേപങ്ങൾ, ഇണ്ടാസിറക്കിയ വിരട്ടൽ, അധികാരത്തമ്പ്രാക്കന്മാർ പല വഴിക്ക് തകർക്കാൻ നോക്കിയിട്ടും അമ്മമാരെ ചേച്ചിമാരെ തരിമ്പിനൊന്ന് പോരാത്ത നിങ്ങളുടെ സമരവീര്യമുണ്ടല്ലോ, അതിനു മാത്രമാണ് അഭിവാദ്യങ്ങൾ. സാക്ഷാൽ ഭഗത് സിംഗിന്റെ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ആശാ വർക്കേഴ്സിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്. ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട്, അവരാണ് അതിന്റെ പിന്നിൽ. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആനുകൂല്യം നേടിയെടുക്കുന്നതിനാണ് പാർട്ടിക്കാർ പലതും പറയും. അതൊന്നും ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരൊറ്റ പാർട്ടിയോട് നമ്മുടെ ജീവിത സമരം അത് നേടിയെടുക്കും. ആശാസമര നേതാവ് ശ്രീമതി യസ്മിനി, CM പ്രകാശ് മാസ്റ്റർ, ഡോക്ടർ ജിൻഡോ ജോൺ, അഡ്വക്കേറ്റ് VP ശ്രീനാഥ് എന്നിവർ ചർച്ചയിലേക്ക് വരും മുമ്പ് ഇന്ന് CITU ഉപാധ്യക്ഷൻ PB ഹർഷകുമാറിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. ശ്രീമതി യസ്മിനി, ഇവിടെ വിളപ്പിൽശാല ഒരു സമര മുന്നേറ്റം, അതിൽ സർക്കാരിനെ മുട്ടുകുത്തിച്ച സമര വിജയം, ജിഷ്ണുപ്രാണോട് അമ്മ മഹിജ സമരത്തിനായി വരുന്നു, അവർക്ക് പിന്തുണയോട് ജയിലിലേക്ക് പോവൽ. അപ്പോൾ ഈ മിനിയോട് ഈ ഹർഷകുമാറിനൊക്കെ ഇത്രമാത്രം വല്ലാത്ത വൃത്തികേട് പറയാൻ, ദേഷ്യം തോന്നാൻ അതിന് മുൻകാല കാരണങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് ഇത് കേട്ട് തളരണ്ട യസ്മിനി. ഒരു തളർച്ചയുമില്ല. ഇവിടെ ശ്രീ ഹർഷകുമാർ പറഞ്ഞ അഭിപ്രായം അത് അദ്ദേഹം കേരളത്തിലെ 26,000 ആശമാരോടും കേരളത്തിലെ മുഴുവൻ സ്ത്രീകളോടും പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. ഇതാണ് അവരുടെ സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത്. ഇവിടെ വനിതാ മതിൽ കെട്ടും, വനിതാ ജംഗ്ഷൻ നടത്തും, അർദ്ധരാത്രിയിൽ 500 പേരുമായിട്ട് വനിതകൾക്ക് സംരക്ഷണം ഒരുക്കിയുള്ള നടത്തും. പക്ഷേ എന്നിട്ട് ഇവിടെ സ്ത്രീകളെ അധിക്ഷേപിക്കും. ഇത് ആദ്യമായിട്ടല്ല, ഇത് പലപ്പോഴും നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പൊതുസമൂഹത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം അവരുടെ സംസ്കാരം അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് അതിശയപരമായിട്ടൊന്നുമില്ല. ഇത് എന്നോട് നടത്തിയെന്നുള്ളതല്ല, ഇവിടെ ആര്
സർക്കാരിനെതിരെ അല്ലെങ്കിൽ അവരുടെ ന്യായമായ ഡിമാൻഡുകൾ ഉന്നയിച്ച് പ്രക്ഷോഭം നടത്തുമോ ആ വേദികളിലെല്ലാം സ്ഥിരം കേൾക്കാറുള്ള ഡയലോഗ് തന്നെയാണത്. എം വി ഗോവിന്ദൻ പക്ഷേ അതിന് തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ ഹർഷകുമാറിന് അതിൽ തരിമ്പോലും കുറ്റബോധമില്ലെന്ന് മാത്രമല്ല, എന്താണ് നികഷ്ടജീവി എന്ന പദാവലിക്ക് അർഹയാണ് കേട്ടോ യസ്മിനി. അതിലേക്ക് എത്തിയില്ല എന്നേ ഉള്ളൂ. അത് വിളിക്കേണ്ടതായിരുന്നു എന്ന കുറ്റബോധം മാത്രമേ ഉള്ളൂ ശ്രീമാൻ ഹർഷകുമാറിന്. ഒരു ട്രേഡ് യൂണിയന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് മഹാൻ. തീർച്ചയായിട്ടും നികൃഷ്ടജീവി എന്നൊക്കെ വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 52 വെട്ട് വെട്ടാറുണ്ട്. അപ്പം അതൊന്നും പുത്തിരിയല്ല. അതിൻ്റെ കുഞ്ഞാടുകൾ അതൊക്കെ നടപ്പിലാക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടാകുന്ന പുതിയ സംഭവവാസങ്ങളിൽ കേരളം ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് ഞെട്ടേണ്ടതില്ല. അതിൻ്റെ മുൻ തലമുറ കാട്ടിക്കൊടുത്ത പാത നമ്മുടെ കുട്ടികൾ സ്വീകരിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇന്ന് നടക്കുന്ന ഈ കൊലപാതക പരമ്പരകൾ, സാമൂഹ്യ വിരുദ്ധ നടപടികൾ എങ്ങനെ നമ്മുടെ ചെറിയ കുട്ടികൾ അതിനകത്ത് ഇരകളാകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നേതാക്കൾ പൊതുവഴിയിൽ നിന്നുകൊണ്ട് പ്രകടിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് അവരുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകളെയും കൂടെ അപമാനിക്കുകയാണ്. കുറച്ച് സ്ത്രീകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പ്രസംഗം നടത്തുന്നത്. എനിക്ക് ആ സ്ത്രീകളോട് സത്യത്തിൽ സഹതാപം തോന്നുന്നു. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം അവരും കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇവിടെ സാധാരണയിൽ കുറച്ച് നേരത്തെ വരേണ്ടത്, ഇപ്പോൾ ഇന്നിപ്പം നാളെ 20 ദിവസം പൂർത്തിയാവുകയാണ്. സാധാരണയിൽ ഈ പറയുന്ന ചാപ്പകൾ എന്താണ് കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. സാധാരണ പറയാറ് RSS ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ഇക്കുറി എന്തോ എം വി ഗോവിന്ദൻ മാഷ് RSSനെ പറയാൻ മറന്നു. എന്താണ് കാരണമെന്ന് അറിയില്ല. SDPI ജമാഅത്തെ ഇസ്ലാമി ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ശ്രീമതി യസ്മിനി? ഞങ്ങൾ നടത്തുന്നത് ഒരു ജനകീയ സമരമാണ്. ആശാവർക്കർമാർ നടത്തുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഒരു സമരമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. മുന്നിൽ വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അത് ഒരു ദിവസം 232 രൂപയ്ക്ക് ഇനി മുതൽ കൂലിയില്ല പണി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിച്ച് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും പെൻഷൻ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആ പ്രക്ഷോഭ രംഗത്തേക്ക് എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരുമുണ്ട്. അവിടെ ജനകീയ സമരമുഖത്ത് ആർക്ക് വേണമെങ്കിലും ആ സമരത്തെ പിന്തുണയ്ക്കാം. പക്ഷേ നമ്മളിവിടെ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ പറയുന്ന ആളുകളുമായിട്ട് മുന്നണി ഉണ്ടാക്കുന്നതിനൊരു തടസ്സവുമില്ല. മറിച്ച് സമരമുഖത്ത് വരാൻ പാടില്ല. എന്തൊരു വിചിത്രമായ വാദമാണ്. ഇവരെങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നതെന്ന് പോലും. ശരി, നമുക്ക് അതിലേക്ക് പോകാം. നമുക്ക് ഡയറക്ഷൻ മാറിപ്പോണം. നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഇവിടെ കേരളത്തിൽ സമരം പുതിയ കാര്യമൊന്നുമല്ല. ആ സമരത്തിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കി കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. സാധാരണയിൽ സമരത്തിന് ഈ പറഞ്ഞ 21,000 എന്ന ഒരു ബെഞ്ച് മാർക്ക് വെക്കും. ഒരുപക്ഷെ ഇനി സമ്മതിച്ചു തരില്ലായിരിക്കും. എങ്കിലും ഇവിടുത്തെ ഒരു ബെഞ്ച് മാർക്ക് വെക്കും. ഒരു ചർച്ചയ്ക്കിരിക്കും. അവർക്ക് പറ്റുന്ന രീതിയിൽ ആ സമരം സോൾവ് ചെയ്ത് വിടും. അങ്ങനെ നമ്മൾ എത്ര സമരം കണ്ടവരാണ്. അതുകൊണ്ട് സമരത്തിൻ്റെ ആ സമരത്തെക്കുറിച്ച്, അതിൻ്റെ വിജയാപജയങ്ങളെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ. ശ്രീ പ്രകാശൻ മാസ്റ്റർ, സമരത്തിൽ പങ്കെടുത്ത ഒരു സ്ത്രീയായ ഒരു സമരമുഖത്ത് നിൽക്കുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകയെ സാംക്രമിക രോഗം പരത്തുന്ന കീടം തുടങ്ങിയ തേർഡ് റൈറ്റ് വർത്താനം പറയുന്നതിന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ശ്രീ എം പ്രകാശൻ മാസ്റ്റർ? ഇതിൽ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. കേരളം സമരങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നാടാണ്. അത്തരം ജനകീയ സമരങ്ങളോടെല്ലാം ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇന്ന് ആ ശ്രേണിയിലാണല്ലോ 24 നിൽക്കുന്നത്. സ്വീകരിച്ച നിലപാട് മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ത്യക്കാകെ മാതൃകയായ കേരളത്തിൻ്റെ മുന്നേറ്റം സമരങ്ങളിലൂടെ ഉയർന്നു വന്നതാണ്. എന്നാൽ അത്തരം ഒരു സമരങ്ങളുടെ കൂടിയും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതുപോലെ ചെറിയ ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇപ്പോൾ സമരത്തെ പൊളിക്കാൻ വേണ്ടി പറ്റാവുന്ന, സമരശക്തികളെ തകർക്കാനാവുന്ന സമരങ്ങൾ, ആ സമരങ്ങളെ പിന്തുണക്കുക നിങ്ങളുടെ സ്ഥിരം നിലപാടാണ്. ഇപ്പോൾ CITU ഈ കാലം അത്രയും ഈ ആശക്കാരെ സംബന്ധിച്ച് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ മഹാഭൂരിപക്ഷമുള്ള പ്രസ്ഥാനമാണ്. പക്ഷെ അവർ നിങ്ങൾക്ക് വാർത്തയാവില്ല. ഇന്നലെ കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ ആശയുടെ പേരിൽ സമരം നടത്തി. നിങ്ങൾക്കത് വാർത്തയാവില്ല. നിങ്ങൾക്ക് വാർത്തയാവണമെങ്കിൽ സമരശക്തികളെ പൊളിക്കാൻ വേണ്ടി പറ്റാവുന്ന സമരം നടത്തണം. അതേ നിങ്ങൾക്ക് വാർത്തയാവുന്നുള്ളൂ. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ആശക്കാർക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ രാജ്യമാകെ സ്മരിക്കുന്നതാണ്, രാജ്യത്തേറ്റവും ഉയർന്നതാണ്. ഇവിടെ കേരള ഗവൺമെൻറ്റിനെ ശത്രുവായി കണ്ട് ഈ 26,125 ആശമാരുള്ളതിൽ 2000 താഴെ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു 7% താഴെയാണ് ഈ സമരത്തിലെ പങ്കാളിത്തം. വളരെ ചുരുക്കം ഒരു ന്യൂനപക്ഷം ആളുകൾ നടത്തുന്ന സമരത്തെ കേരള ഗവൺമെൻറ്റിന് വിരുദ്ധമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അതിനെ തലയിലേറ്റി നടക്കുകയാണ് കേരളത്തിൽ 24 അടക്കമുള്ള ശരി. ഞാൻ താങ്കൾ വിമർശനം കേട്ടു. പക്ഷേ എന്റെ ചോദ്യം അതായത്, എന്റെ ചോദ്യം നമ്മൾ ഈ പറയുന്ന സമരത്തിന്റെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ.
ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ പറഞ്ഞ സമരത്തിന്റെ ശരിതെറ്റുകൾ നമുക്ക് അതിലേക്ക് വരാം. എന്റെ ഒരു ഒറ്റ ചോദ്യം, ഈ നിങ്ങൾ നേതാവ് ഈ പാവം ഉണ്ടായിരിക്കുന്നത്. സ്ത്രീയെ പറ്റി പറഞ്ഞ, ഈ നേതാവിനെ പറ്റി പറഞ്ഞ, ഞാൻ പറയട്ടെ. ഇടതുപക്ഷ പ്രവർത്തകരെ പറ്റി പറഞ്ഞ ആ ഞാൻ വർത്താനം പറയട്ടെ. തെറ്റാണെന്ന് പറയൂ പ്രകാശ് മാഷെ. അങ്ങനെ ഇടതുപക്ഷ പ്രവർത്തനല്ലേ, നേതാവല്ലേ, ബാക്കി എന്നെ എന്തും പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഈ ഹർഷകുമാർ ഇവരെ പറ്റി പറഞ്ഞ എന്താണ് ഈ കീടം എന്നൊക്കെയുള്ള അസഭ്യം തെറ്റാണ് എന്നൊരു വാക്ക് പറയുമോ അങ്ങ്? ഞാൻ എന്താ പറയണം, നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ഈ ചർച്ചയുടെ ആദ്യത്തിൽ ഒരു 10 മിനിറ്റ് നേരം മാർക്സിസ്റ്റ് വിരുദ്ധ പദാവലികൾ ചേർത്തുകൊണ്ട് ഒരുപാട് പുലമ്പിയല്ലോ. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കാരണം നിങ്ങളുടെ സംസ്കാരം ഈ കേരളത്തിൽ ഞങ്ങളെ അറിയാം. CPM-ന്റെ ആളുകളെ, ഇടതുപക്ഷക്കാരെ, CITവിനെ ഈ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സമരത്തിന് നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഈ ന്യൂനപക്ഷ വരുന്ന സമരത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ അടിക്കണം. അതിനു വേണ്ടിയല്ലേ ചർച്ച. അതിന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എവിടെയെങ്കിലും ചില തെറ്റുണ്ടായിട്ടുള്ളൂ എന്നുള്ളത് പറയാൻ കഴിയില്ല. അത് ചൂണ്ടിക്കാണിച്ച് അതാണ് വലിയ കാര്യം ചിത്രീകരിച്ച് നിങ്ങൾ വലിയ നിലക്ക് കാര്യം നിർത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 10,000-കണക്കിന് ആളുകൾ ഇന്ത്യയുടെ തലസ്ഥാനത്ത് സമരം നടത്തിയിട്ടുണ്ട്. ആശക്കാര്, നിങ്ങൾക്കത് വാർത്തയായിട്ടുണ്ടോ, ചർച്ചയായിട്ടുണ്ടോ? ഈ കേരളത്തിൽ 2 മാസക്കാലം മുമ്പ് 10,000 ആശക്കാർ സമരം നടത്തി. നിങ്ങൾക്ക് വാർത്തയാവുന്നുണ്ടോ? എന്താ വാർത്തയാവാത്തത്? അത് മാർക്സിസ്റ്റുകാരുടെ സമരമാണ്, ഇടതുപക്ഷക്കാരുടെ സമരമാണ്. നിങ്ങൾക്കത് വാർത്തയാവില്ല. ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് 5 പേര് സമരം നടത്തിയാൽ നിങ്ങൾക്ക് വാർത്തയാവും. അത്ര ഒരാളെ കിട്ടിയാൽ നിങ്ങൾ വാർത്തയാക്കും. നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇവിടെ നടന്ന സമരമാരുടേതാ. ഞാൻ ഉറപ്പിച്ച് പറയും, അത് കേരള ഗവൺമെന്റിനെ തകർക്കാൻ താല്പര്യമുള്ള SUCI, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവരുടെ സമരമാണ്, അല്ലാതെ ആശക്കാർക്ക് വേണ്ടിയുള്ള സമരമല്ല. ആശക്കാർക്ക് വേണ്ടി പ്രകാശം മാഷെ, ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് കൂട്ടി ഇനി വല്ല ബബ്ബർ കൽസൊക്കെ പിടി. ഈ ജമാഅത്ത് ഇസ്ലാമി SDPയെ കേട്ട് നാടിന് മടുത്തില്ലേ? ഈ ചാപ്പേടിയാൻ നാട്ടുകാർക്ക് പകൽ പോലെ വ്യക്തമാവില്ല. അല്ലാതെ അവർക്കിടയിൽ എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമി SDPI? അവർക്കിടയിൽ എവിടെയാണ് SDPI ജമാഅത്ത് ഇസ്ലാം? ശ്രീ പ്രകാശ് മാഷ് വല്ല ബബ്ബർ കൽസയോ വല്ല വേറെ സംഘടനയുടെ പേരൊക്കെ പുതിയതായിട്ട് പറ. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ആശ അതും അടുത്തല്ലാക്ക്. ഞാനിത് 7ാമത്തെ ദിവസമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആകെ 1000-ൽ താഴെ ആൾ പങ്കെടുക്കുന്ന സമരത്തിന് വേണ്ടിയിട്ട് 7 ദിവസക്കാലം മെനക്കെടുകൾ. എന്തിനു വേണ്ടി? എന്റെ MV തോന്നുന്നു മാഷെ, ആകെ 1000 പേർ പങ്കെടുക്കുന്ന സമരമാണെങ്കിൽ ഇത്ര പേടി എന്തിനാ? ഇത്ര പേടി നോക്കൂ. ആകെ 1000 പേർ പങ്കെടുക്കുന്ന ഒരു സമരത്തെ തകർക്കാൻ വേണ്ടി ഏറ്റവും വലിയ ട്രേഡ് യൂണിയനിൽ ഒന്നായ CIT ഇറങ്ങുക. പ്രകാശം മാഷെ, പ്രകാശം മാഷെ, എന്തിനാണ് പേടി? ആകെ 1000-ൽ താഴെ ചെറിയ ഈർക്കിൽ പാർട്ടിക്കാർ നടത്തുന്ന ഒരു സമരത്തെ തകർക്കാൻ വേണ്ടി CIT മൊത്തം, കേരളം മൊത്തം ഇറങ്ങുക. അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുക. രാജ്യ ചരിത്രത്തിൽ കേട്ടുണ്ടോ ഒരു സമരത്തെ പൊളിക്കാൻ മറ്റൊരു സംഘടന സമരമായി ഇറങ്ങുക? രാജ്യ ചരിത്രത്തിൽ കേട്ടുണ്ടോ പ്രകാശം മാഷെ? ആകെ 1000-ൽ താഴെ പേര് മാത്രം എന്തിനാ സമരം? നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കോ? നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കോ? ആശക്കാർ 1000 പേരാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി, SUCI, CPM, BJP, കോൺഗ്രസ്, അതുപോലെ 24, മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ്, സൂര്യ, ഇന്ത്യ വിഷൻ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാത്തിനും പൊലിപ്പിക്കുകയല്ലേ, അല്ലാതെ അവരൊറ്റക്കല്ലല്ലോ. നിങ്ങളെല്ലാം ചേർന്നൊരു സമരമല്ലേ ഇത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ചെറുതായി കാണിക്കണ്ട. ഞങ്ങൾക്ക് ചെറുക്കേണ്ടി വരുന്ന മറ്റൊന്നും കൊണ്ടല്ല. എന്റെ മാഷെ, മാഷ് തന്നെയാണ് ആകെ 1000 പേരെന്ന് പറഞ്ഞു. ഞാൻ ചെറുതായി കാണിച്ചതല്ല. ഈ തെറ്റായ നിലപാട് കൊണ്ടാണ് എന്റെ മാഷ് തന്നെയാണ് അത് പറഞ്ഞ ആകെ 1000 പേരുടെ സമരമാണ്. ഏതോ ഒറ്റ കാര്യം ഞാൻ ഒരു ചോദിച്ചോട്ടെ, ഈ സമരത്തിന്റെ പങ്കാളിത്തം വെച്ചിട്ടാണ് ഒരു സമരത്തിന്റെ ക്രെഡിബിലിറ്റി തീരുമാനിക്കുക, അല്ലെങ്കിൽ സമരത്തിന്റെ ശക്തി തീരുമാനിക്കുക എന്നൊക്കെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം പറയുന്നത് ഭീകര കാര്യമാണ് കേട്ടോ. പഴയ റഷ്യൻ വിപ്ലവവും പഴയ പെട്രോഗ്രാഡ് സമരവും ഒക്കെ പണ്ട് പാർട്ടി ക്ലാസ് പഠിച്ചിട്ടില്ല. അത് പഠിച്ചു നോക്കണം എങ്ങനെയാണ്. അത് വിട്ടേക്ക് പറയണ്ട. പ്രകാശ് മാഷ്, എന്റെ ചോദ്യം, ഇത്ര ചെറിയ സമരമാണെങ്കിൽ എന്തിനാണ് അതിനെ പൊളിക്കാൻ CITU സംഘടന ഒന്നാകെ രംഗത്തിറങ്ങിയത്? നിങ്ങൾ പറയാൻ അനുവദിക്ക്. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുന്നത് 6 പതിറ്റാണ്ടായിട്ട് ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് നേതാവായിട്ട് തന്നെ. നിങ്ങൾക്ക് ഒരു 5-8 കൊല്ലത്തെ ഇടതുപക്ഷ വിരുദ്ധ ചരിത്രമുണ്ട്. ഞാൻ വിസ്മരിക്കുന്നൊന്നുമില്ല. ഇടതുപക്ഷത്തെ ആകെ വിലയിരുത്താൻ നിങ്ങൾ വളർന്നിട്ടില്ലെന്ന്. അതിന് മാത്രം ഇടതുപക്ഷത്തെ പറയാൻ നിങ്ങൾക്ക് ഒരു കരുത്തും ഉണ്ടായി. നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഉൾപ്പെടെ ഇടതുപക്ഷം നേടിയ നേട്ടങ്ങളുടെ വിലയാണ്. ഇപ്പൊ മിനി സംസാരിച്ചല്ലോ. മിനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ടാ ഇടതുപക്ഷം ഉണ്ടാക്കിയ മുന്നേറ്റം കൊണ്ടാണ്, വെറുതെ അല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ എന്താ ഇവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തത്? മഹാരാഷ്ട്രയിൽ സംസ്ഥാന സർക്കാരിനെതിരെ അവിടെ ഈ പറയുന്ന CITU സമരം നടത്തി. ഞങ്ങളുടെ സമരം കൊണ്ടാണ്. പ്രകാശം മാഷെ, മഹാരാഷ്ട്രയിൽ അവിടുത്തെ കൂലി 18,000 രൂപയ്ക്ക് ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ CITU AITUC സമരം നടത്തി. ആർക്കെതിരെ? കേന്ദ്രത്തിനെതിരെ അല്ല, സംസ്ഥാന സർക്കാരിനെതിരെ. ഹരിയാനയിൽ ഈ പറഞ്ഞ CITU AITUC സമരം നടത്തി. 26,000 രൂപ ആക്കണം. ആർക്കെതിരെ സമരം? കേന്ദ്ര സർക്കാരിനെതിരെയല്ല, അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയാണ്. പ്രകാശ് മാഷെ, മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് സമരം നടത്താം, ഹരിയാനയിൽ നിങ്ങൾക്ക് സംസ്ഥാന സമരം നടത്താം. ഇവിടെ നിങ്ങൾ തന്നെ പറയുന്ന പോലെ കുറച്ച് പേർ, ആകെ 1000-ൽ താഴെ ആളുകൾ ആ സെക്രട്ടേറിയറ്റ് മുന്നിൽ സർക്കാരിനെതിരെ സമരം നടത്തിയാൽ അതിൽ ജമാഅത്തെ ഇസ്ലാമി SDPI അല്ലേ? ഒന്നെന്നെ അനുവദിക്കോ?
എല്ലാം വിശദീകരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കൂ സുഹൃത്തെ. ഇന്ത്യയിലുള്ള കേരളം ഒഴിച്ചുള്ള എല്ലാ സ്റ്റേറ്റുകളും സ്റ്റേറ്റ് ഗവൺമെന്റുകളോട് സമരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 17,000 ഉറുപ്പിക വരെ ഈ ഇന്ത്യ രാജ്യത്ത് ആശക്കാർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, കേരളം. ആ കേരളത്തിലെ പൈസ ഇന്ത്യയിലുള്ള 26 സ്റ്റേറ്റിൽ സമരം വേണം. CIT സമരം നടത്തും. 13,000 രൂപ കിട്ടുന്ന ആളുകളുടെ എണ്ണം ഇന്ന് പത്രക്കാരോട് പറഞ്ഞല്ലോ. നിങ്ങൾ ഇത്ര ദിവസം പറഞ്ഞില്ല 13,000 കിട്ടുന്ന ഒരൊറ്റ മനുഷ്യയില്ല. ഇന്നിപ്പോ നമ്മുടെ മന്ത്രി തന്നെ കണക്ക് പറഞ്ഞല്ലോ. ഇവിടെ 21,000 ആശമാര് 10,000 മേലെ പിന്നെ പൈസ വാങ്ങുന്നുണ്ട്. 21,000 232 രൂപ അവരുടെ 232 രൂപയാണ് ഒരു ദിവസം അവരുടെ കൂലി. 232 എത്ര കിലോ അരി മേടിക്കാൻ പറ്റും? എത്ര പച്ചക്കറി മേടിക്കാൻ പറ്റും? ഒരു മീൻ മേടിച്ചാൽ എന്തുണ്ടാവും? കുറച്ച് എണ്ണയും കുറച്ച് പച്ചവളം തീർന്ന 232 രൂപ സ്വാഹ. ഒരൊറ്റ മിനിറ്റ്. MP ഗോവിന്ദ CM പ്രകാശൻ മാസ്റ്റർ 2021 ഇടതുമുന്നണിയുടെ മാനിഫെസ്റ്റോ, 2021 LDFന്റെ മാനിഫെസ്റ്റോ, സാമൂഹിക പെൻഷൻ ഘട്ടം ഘട്ടമായി 2,500 രൂപ ഉയർത്തും. അങ്കണവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. മിനിമം കൂലി 700 രൂപയാക്കും. അതേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അത് വാഗ്ദാനം നടപ്പിലാക്കിയതാണ് ഈ സമരം. അതേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം 5 കൊല്ലക്കാലം UDFന്റെ ഞാൻ പറയുന്നത് കേൾക്കുന്നത്. നിങ്ങളുടെ ക്യാമറാമാന് ഈ പറയുന്ന പൈസയേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചു നോക്ക്. 24ന്റെ താൽക്കാലികം പ്രവർത്തിക്കുന്ന ക്യാമറാമാന് ഈ പൈസ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ വല്ലാതെ ധാർമ്മിക രോഷം കൊള്ളല്ല. ഞാൻ പറയും ഇവിടെ 500 രൂപയാണ് 5 കൊല്ലക്കാലമുള്ള UDFന്റെ ഗവൺമെന്റ് ഇവർക്ക് വർദ്ധിപ്പിച്ചത്. 6,000 രൂപ വർദ്ധിപ്പിച്ച ഗവൺമെന്റ് LDFന്റെ ഗവൺമെന്റ്. എം പ്രകാശ് മാഷ്, എന്റെ ചോദ്യം, ഇവിടെ 2021 LDFന് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുന്നു ആശാ വർക്കർമാരുടെ ഈ പറയുന്ന ശമ്പളം 700 പെർ ഡേ 700 രൂപ ഉയർത്തും എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആങ്കർക്ക് ഒരു ഞാൻ പറയുന്നത് കേൾക്കുന്നത്, ആങ്കർക്ക് ഒരു ജനാധിപത്യ മര്യാദ വേണം. നിങ്ങൾ UDF ആണോ? അല്ലല്ലോ. നിങ്ങളെ ക്ഷണിച്ചിട്ട് ഈ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാവുന്ന ആളാ ഞാൻ. എന്നെ സംസാരിക്കാൻ വിടണം. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഗവൺമെന്റിന് പിന്നെ താറടിക്കാൻ. അതിന് നിങ്ങൾ എന്നെ വായിൽ കിടന്ന് സംസാരിക്കരുത്. എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ അവസരം വേണം. ഞാൻ ചോദിക്കുന്നത് 500 രൂപ കൊടുത്ത UDF ആണോ മെച്ചം, അല്ല 6,000 രൂപ കൊടുത്ത LDF ആണോ മെച്ചം? പറയട്ടെ സമരക്കാര്. ഒരു കൊല്ലമായിട്ട് ആശക്കാരുടെ 5 പൈസ കേന്ദ്രം കൊടുത്തിട്ടില്ല. ആ ഗവൺമെന്റ് ആണോ തെറ്റ്? ഈ ഗവൺമെന്റ് ആണോ തെറ്റ്? കേന്ദ്രം പണം കൊടുക്കാതെ ഒരു കൊല്ലമായിട്ട് ആശക്കാരുടെ വേതനം ഈ ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഈ ഗവൺമെന്റ് ആണോ ശത്രു? നരേന്ദ്രമോദിയാണോ ശത്രു? നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് കേരള നിയമസഭ വൈകാണ്ടിയാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും ചേർന്നിട്ട് 1 ഉറുപ്പ വർദ്ധിപ്പിക്കുന്നില്ല. ബജറ്റിൽ 1 പൈസയില്ല. ആരത് ചെയ്യുന്നത്? തെറ്റാർക്കെന്ന് പറയണ്ടേ? ശത്രുവാരെന്ന് പറയണ്ടേ? നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയൻ അല്ലേ? ഇവിടെ ഈ ആശക്കാർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഗവൺമെന്റ് കേരള ഗവൺമെന്റ്, ഏറ്റവും ഏറെ വേതനം കൊടുക്കുന്ന ഗവൺമെന്റ് കേരള ഗവൺമെന്റ്. ഈ 8 കൊല്ലക്കാലം കൊണ്ട് 6,000 രൂപ വർദ്ധിപ്പിച്ച ഗവൺമെന്റ് കേരള ഗവൺമെന്റ്. 3,500 രൂപ ഒന്നാം പിണറായി ഗവൺമെന്റ്, 2,500 രൂപ ഈ ഗവൺമെന്റ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ആശക്കാരിൽ വേതനം വാങ്ങുന്ന ഒരു സ്റ്റേറ്റ് കേരളം. ശത്രു കേരള ഗവൺമെന്റ് അല്ലേ? ശരി, നമുക്കത് നമുക്ക് മിനിയോട് തന്നെ ചോദിക്കാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതിനു മുമ്പ് ഡിസംബർ 8, 2014 ചേർന്ന സഭാ സമ്മേളനം, സഭാരേഖകൾ പേജ് നമ്പർ 452. ശ്രീ എളമരം കരീം, ആരുടെ ചോദ്യമാണ്? ശ്രീ എളമരം കരീമിന്റെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ പാട്ടപിറക്കികളൊന്നും അല്ല, പാട്ടപിരിവുകാരെന്നും ഈർക്കിൽ സമരമൊന്നും നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന എളമരം കരീമിന്റെ ചോദ്യം, സാർ, NRHMന് കീഴിലുള്ള 29,000-ഓളം വരുന്ന ആശാ വർക്കേഴ്സ് പ്രതിമാസ ഓണറേറിയം 10,000 രൂപയെ ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിന് മുന്നിലല്ല കേട്ടോ, ഈ ചോദ്യം ചോദിക്കുന്ന പാർലമെന്റും അല്ല, നമ്മുടെ നിയമസഭയിൽ. സാർ, NRHMന് കീഴിലുള്ള 29,000-ഓളം വരുന്ന ആശാ വർക്കേഴ്സ് പ്രതിമാസ ഓണറേറിയം 10,000 രൂപയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാക്കണം. വളരെ പാവപ്പെട്ട ഇവർ വളരെ സാഹസികമായാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ പുറത്തു പറയാൻ പോലും നാണക്കേടുണ്ടാക്കുന്ന തുച്ഛമായ തുകയാണ് ഓണറേറിയമായി ഇപ്പോൾ അവർക്ക് നൽകി വരുന്നത്. ആശാ വർക്കേഴ്സിന് ന്യായമായി ആവശ്യം അംഗീകരിച്ചു സമരം ഒത്തുതീർപ്പിലെത്തണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. എളമരം കരീമാണ് ചോദിക്കുന്നത്. 10,000 രൂപ കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തോടല്ല, എളമരം കരീം സംസ്ഥാന സർക്കാരിനോടാണ്. സുജിൻഡോ. ഹാഷ്മി, അന്ന് അതായത് 11 വർഷം മുമ്പ് 10,000 രൂപയാക്കണം എന്നാവശ്യപ്പെട്ട എളമരം കരീമിന്
ഇന്ന് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരം അനാവശ്യമാണ്, അല്ലെങ്കിൽ ഇവരുടെ ധനകാര്യമന്ത്രി പറഞ്ഞ പോലെ മറ്റാരോ ആട്ടി തെളിച്ചു കൊണ്ടുവന്നതാണ്. കരീം തന്നെ പറഞ്ഞ പോലെ ചാനൽ ക്യാമറ കാണുമ്പോൾ ആശാവർക്കർമാർക്കുണ്ടായ ഹരം കൊണ്ടിട്ട് നടക്കുന്നതാണ്, അല്ലെങ്കിൽ അരാജക സമരമാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ അനാവശ്യ സമരമാണ്. ഇന്നിപ്പോൾ CPM-ൻ്റെ CITU-ൻ്റെ നേതാവ് പറഞ്ഞ പോലെ സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങൾ നയിക്കുന്ന സമരമാണ്. ബസ് സ്റ്റാൻഡിലെ പാട്ടപ്പിരിവുകാർ നടത്തുന്ന സമരമാണ്. ഇതൊക്കെ ഇവർ പറയും ഹാഷ്മി. ഇവർക്ക് കേരളത്തിന് പുറത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ സമരം ചെയ്യാം. ഇവർ പറയുന്നു നരേന്ദ്രമോദിക്കെതിരെയാണ്. മഹാരാഷ്ട്രയിൽ ഹരിയാനയിലൊക്കെ അടക്കം സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുണ്ട്. ജന്തർ മന്ദറിൽ CITU-ൻ്റെ ATUS സംഘാടനത്തിൽ ഈ പറയുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആശാവർക്കർമാരെ ഉയർത്തിക്കൊണ്ട് അവർ കേന്ദ്രത്തിനെതിരെ സമരമുണ്ട്. ഞാൻ പറഞ്ഞു സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാന സർക്കാരിനെതിരെ സമരവും കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നവരാണ് കേട്ടോ CITU. ഇവിടെ മാത്രമേ ഇവർക്ക് ഈ സമരത്തോട് പ്രശ്നമുള്ളൂ. അല്ല, ഞാൻ അതിലേക്ക് തന്നെ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെ കുറിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. അതിൽ ആരാ തമ്മിൽ അഭിപ്രായ വ്യത്യാസം? BJP-യുമായിട്ടല്ലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന പ്രോജക്റ്റുകളായിക്കോട്ടെ, കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക നയപരിപാടികളിലായിക്കോട്ടെ, വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ഇങ്ങനെ ഓരോ വിഷയത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിലുള്ള അവഗണനയെ കുറിച്ചിട്ടൊന്നും നമുക്ക് മറ്റൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അഭിപ്രായ വ്യത്യാസം എവിടെയാണ്? ഇവരിപ്പോൾ CITU-ൻ്റെ ബദൽ സമരം നടത്തിയല്ലോ. ബദൽ സമരം നടത്താൻ CITU-കാർ ആശാവർക്കർമാരെ കിട്ടാത്തത് കൊണ്ട് മറ്റു പലരെയൊക്കെ സംഘടിപ്പിച്ച് സമരം എന്തായാലും നടത്തി. ആ നടത്താൻ എന്തുകൊണ്ടാണ് ഇവർ ജന്തർ മന്ദറിലേക്ക് പോവാതിരുന്നത്? ഈ CPM അവരിപ്പോൾ പാട്ടപ്പിരിവുകാർ ആക്ഷേപിക്കുന്നു. പണ്ട് ബക്കറ്റ് പിരിവെടുത്തും ഇന്ന് മാസപ്പടി എടുത്തും ഒക്കെ ജീവിച്ച് അങ്ങ് പോകുന്ന CPM-കാർ അതിൽ നിന്ന് കുറച്ച് പണം ചെലവഴിച്ചുകൊണ്ട് ഇന്ന് ആ AG's ഓഫീസിന്റെ മുമ്പിൽ സമരം നടത്തിയ ആ ആളുകളെ കൊണ്ട് എന്തുകൊണ്ടാണ് ജന്തർ മന്ദറിൽ പോവായിരുന്നത്? അവിടെയാണ് സമരം നടത്തേണ്ടതെങ്കിൽ അനാവശ്യ സമരമായിരുന്നു എന്ന് മുൻപ് പറഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞ ആളുകൾ ആ അനാവശ്യ സമരം ഇന്ന് ഏറ്റെടുക്കുന്ന സാഹചര്യമല്ല ഉണ്ടാകുന്നത്. കുറ്റിച്ചൂലെന്ന് നിങ്ങൾ ആക്ഷേപിച്ച ആശാവർക്കർമാരുടെ സംഘടന അവർ നടത്തുന്ന സമരത്തെ നിങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? അത് അനാവശ്യ സമരമാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. ഇനി അത് അവശ്യ സമരമാണെങ്കിൽ അവശ്യ സമരമാണ് എന്ന് നിലപാട് തിരുത്തിക്കൊണ്ട് ജന്തർ മന്ദറിലേക്ക് പോകണമായിരുന്നു. എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയും കേന്ദ്രത്തിനെതിരെ ഒരേ സമയം സമരം ചെയ്യുകയും കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു തരം വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ്. അതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. KV തോമസിന് യാത്രാഭത്ത കൂട്ടിക്കൊടുക്കാനോ PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഒരൊറ്റ കേസ് പോലും നേരാമണ്ണം വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ദാരിദ്ര്യം കൊണ്ടല്ലേ PSC ചെയർമാനെയും PSC അംഗങ്ങളൊക്കെ കഷ്ടം. അവർ എങ്ങനെ ജീവിക്കും? അതുകൊണ്ടല്ലേ അത്രയും ലക്ഷങ്ങൾ കൊടുത്തേ. റേഷനരി മേടിക്കാൻ ഗതിയില്ലാത്ത ഗവൺമെന്റ് പ്ലീഡർമാർക്ക്, ഒരൊറ്റ കേസ് നേരാവണ്ണം ജയിക്കാനായിട്ട് വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് പ്ലീഡർമാർക്ക് ലക്ഷങ്ങൾ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനൊന്നും ഇവർക്ക് ആരുടെ അനുവാദം വേണ്ട. ഈ ആശമാർ പുറത്ത് സമരം ചെയ്യുമ്പോൾ അപ്പൊ ഈ സമരത്തെ ഇവർ ജമാഅത്തെ ഇസ്ലാമി, SUCI, ഇനിയിപ്പോ അമേരിക്കയുടെ ഗൂഢാലോചനയാണെന്നും കൂടി പ്രകാശ് മാസ്റ്റർ അങ്ങ് പറയും. അതും കൂടി അങ്ങ് പറയും. ഞങ്ങൾ അങ്ങ് വിശ്വസിച്ച് തന്നേക്കാം. ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് ഈ ഹർഷകുമാരന്മാരെ പോലെയുള്ള ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ CPM-ന്റെ അന്തം കമ്മികൾക്കും AKG സെന്ററിൽ ചായ പങ്കിട്ടിരിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഹരം കയറും. പക്ഷേ സാധാരണ മനുഷ്യർക്ക് അവർക്കൊന്നും ആർക്കും ഈ വർത്താനം കേട്ട ഈ കാലത്ത് ആർക്കാണ് ഹരം കയറി? ഇതൊക്കെ കാലഹരണപ്പെട്ട വൃത്തികെട്ട വാക്കുകളല്ലേ ജിൻഡോ? ഇതുകൊണ്ട് ആർക്കും ഹരം കയറും? സാധാരണ മനുഷ്യർക്ക് ഇതിൽ അവജ്ഞയാണ് ഇവരോട്. ഇവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ ക്ലാസ് ഈ രാജ്യത്തും ലോകത്തുമുള്ള ആളുകൾക്ക് പൗരാവകാശത്തെ കുറിച്ചിട്ട്, സമരാവകാശത്തെ കുറിച്ചിട്ടൊക്കെ നിരന്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന CPM-ന്റെ നേതാക്കന്മാരാ ഇന്ന് ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്. പ്രകാശ് മാസ്റ്ററെ പോലുള്ള ആളുകൾ, താങ്കളൊക്കെ ഞാൻ വിചാരിക്കുന്നത് മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട് ഏതെങ്കിലും സ്കൂളിൽ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കും. എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് മാഷേ ഈ നാട്ടുകാരോട് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ സമരത്തെ എതിർത്തോ, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർത്തോ, പക്ഷേ ആ സമരത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വ്യക്തിഹത്യ നടത്തുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ നിഘണ്ടു ഉപയോഗിക്കുന്ന പിണറായി വിജയന്റെ അതേ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചു വന്നിട്ടാണ് ഈ ഹർഷകുമാരന്മാരെ പോലുള്ള ആളുകൾ ഇത് പ്രസംഗിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞ 1000-ൽ താഴെ ഉള്ള ആളുകളുള്ള സംഘടന എന്ന്, സമരമെന്ന്. ഈ 1000-ൽ താഴെയുള്ള മനുഷ്യര് സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് 10-18 ദിവസക്കാലം സമരം ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് കുടിശ്ശിക അനൗൺസ് ചെയ്തത്? കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിക്കുക എങ്ങനെയാ? അപ്പോൾ ഈ 1000-ൽ താഴെയുള്ള ഈ കുറ്റിച്ചൂലെന്ന് നിങ്ങൾ ആക്ഷേപിച്ച ആ മനുഷ്യരെ നിങ്ങൾക്ക് പേടിയുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? പണ്ട് നിങ്ങൾ ബക്കറ്റ് പിരിവെടുത്ത് പാർട്ടി വളർത്തിയെങ്കിൽ ഇന്ന് മാസപ്പടി വാങ്ങി നിങ്ങൾ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുതലാളി പാർട്ടിയിലേക്ക് CPM പറിച്ചു നടപ്പെട്ടപ്പോ സാധാരണക്കാരുടെ വിലാപം കാണാൻ ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ നയവും CPM നേതാക്കന്മാരുടെ നാക്കും ഞാൻ പ്രകാശ് മാസ്റ്റർ മറുപടിക്ക് എത്താം. ഞാൻ മിനിയിലേക്ക് എത്താം. ഇവിടെ ഒരുപാട് പ്രേക്ഷകർ മാസം കണ്ടോ നാളെ നോമ്പാണോ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്.
മാസം ഇന്ന് കാണില്ല. കാര്യം കേരളത്തിൽ അറബി മാസം നാളെ 28 ഉള്ളൂ. 29 അപ്പോൾ ഇന്ന് എന്തായാലും അത് പ്രതീക്ഷിക്കണം. ഇന്നുണ്ടാവില്ല. നാളെ മാത്രമേ ആ ആകാംക്ഷയ്ക്ക് അടിസ്ഥാനമുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നാളെയാണ് 29, ഇന്ന് 28. ശ്രീ വി പി ശ്രീകുമാരൻ, ഇവിടെ ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് ആ സമരത്തിന്റെ സംഘാടകർ അല്ലെങ്കിൽ ആ സമരത്തിന്റെ പിന്നിലുള്ളത് ജമാഅത്തെ ഇസ്ലാമി, SDP, SUC എന്നിവരാണെന്നുള്ളതാണ് CPM കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആധികാരികമായി പറയുന്നത്. നിങ്ങളുടെ നേതാക്കൾ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ആ സമരവേദിയിലേക്ക് പോയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരെയും SDP-ക്കാരെയും SUC-ക്കാരെയും കാണാനാണോ ശോഭാ സുരേന്ദ്രൻ അടക്കം പോയത്? ശ്രീ വി പി ശ്രീകുമാരൻ. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം തരാം. അതിനു മുമ്പ് ഇവിടെ ഒരു പൈസയും കേന്ദ്രം തരുന്നില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു, പ്രകാശൻ മാഷ്. ഞാനൊരു പാർലമെൻറ്റിലെ ചോദ്യവും ഉത്തരവും പറയാം. 2/8/24 ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇടുക്കി MP ശ്രീ ജീൻ കുര്യാക്കോസ് പാർലമെൻറ്റിൽ ചോദ്യം ഉന്നയിച്ചു ലോക്സഭയിൽ. അതായത് ആശാ വർക്കർമാർക്ക് ഇപ്പോൾ സാലറി ആണോ, അങ്ങനെ സാലറി ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അവർ 21,000 രൂപ ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സമരം ചെയ്തിട്ടുണ്ടല്ലോ, അത് പരിഗണിക്കാൻ തയ്യാറുണ്ട് എന്നൊക്കെ ചോദിച്ച് വലിയ ചോദ്യമാണ്. 4-5 പോയിന്റ് ഇട്ട ചോദ്യമാണ്. അതിന് വിശദമായ ഒരു ഉത്തരമാണ്. അതിലെ 2-G എന്ന് പറഞ്ഞത് അണ്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ടു സ്ട്രെങ്തൻ ദെയർ ഹെൽത്ത് സിസ്റ്റം ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ് പോസ്റ്റ് ബൈ ദം. അതായത് അവർ ആവശ്യപ്പെടുന്ന റിക്വയർമെന്റ് പ്രകാരമാണ് ഈ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ത്രൂ ദെയർ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പ്ലാൻ. ഇവരെ PIP പ്രകാരമാണ് ഇവർ ആവശ്യപ്പെടേണ്ടത്. വിത്തിൻ ദെയർ ഓവറോൾ റിസോഴ്സ് എൻവലപ്പ്. നാഷണൽ ഹെൽത്ത് മിഷൻ ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഫണ്ടിങ് പാറ്റേൺ ബിറ്റ്വീൻ സെൻട്രൽ സ്റ്റേറ്റ് ഈസ് 60-40 എന്ന് വെച്ചാൽ 60 കേന്ദ്രവും 40 സംസ്ഥാനവും വഹിക്കണം. പക്ഷേ 8 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിനും പിന്നെ ജമ്മു കാശ്മീരിനും 90:10 കേന്ദ്രഭരണ പ്രദേശത്തിന് 100% കേന്ദ്രമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവരെ PIP, ഇവരെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം പ്രകാരം ഇവരെ ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ് പോസ്റ്റ് ബൈ ദം. അപ്പോൾ ഇവരെ ആവശ്യപ്പെടുന്നത്, അതായത് ഈ കേരളത്തിൽ ഇത്ര അങ്കണവാടി അല്ല ആശാ വർക്കർമാരുണ്ട്, അവർക്ക് കൊടുക്കുന്നത് 60:40 കൊടുക്കുമ്പോൾ കേന്ദ്രം ഇത്ര തരണം എന്ന് പറഞ്ഞ് ഇവർ കണക്ക് കൊടുത്തു. അത് പാസ്സാക്കിയെടുക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷം 913.40 കോടി രൂപയാണ് അതായത് പാസ്സാക്കിയത്, അതായത് ബഡ്ജറ്റ് അലോക്കേഷൻ. പക്ഷേ ഇന്ന് വരെ കൊടുത്തിരിക്കുന്നത് 1058 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ ആവശ്യപ്പെട്ടതിൽ അല്ലെങ്കിൽ പദ്ധതി വിഹിതത്തിലും അധികം 125 കോടി രൂപ അധികം കൊടുത്തു. ജനുവരി മാസം NK പ്രേമചന്ദ്രൻ ലോകസഭയിൽ ചോദിച്ചു ഇവിടെ പൈസ കിട്ടുന്നതിനുള്ള പരാതി ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അത് ജനുവരി മാസമാണ്. മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുക. അന്ന് അനുപ്രിയ പട്ടേൽ തന്നെയാണ് മന്ത്രി. അവർ പറഞ്ഞു 815 കോടി രൂപ കൊടുത്തു, 97 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന്. ഇപ്പം അതിലും അധികം പോയി. 938 കോടി രൂപ ആയിരത്തിനും ഒരു സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് ഒരു 120 കോടി രൂപയും, അങ്ങനെ 1058 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഇവർ പറയുകയാണ് ഞങ്ങൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർച്ച് മാസം 10-ാം തീയതി ലോക്സഭ കൂടുക. ഇവിടെ 21,000 ആക്കി ഞങ്ങളുടെ ശമ്പളം ഉയർത്തണം എന്ന ആശാ വർക്കർമാരുടെ സമരത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നത് സേവന വേതന വ്യവസ്ഥകൾ കാലോചിതമായി പരിഷ്കരിക്കണം. അവരുടെ ആവശ്യം 21,000 ആക്കി ഉയർത്തണം എന്നുള്ളതാണ്. അവരുടെ ആവശ്യം 21,000 ആക്കി ഉയർത്തണം എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ ആശമാരുടെ ആവശ്യം അവരുടെ 18,000 ആക്കി ഉയർത്തണമെന്നാണ്. ഹരിയാനയിലേക്ക് പോകുമ്പോൾ 22,000 ആക്കി ഉയർത്തണമെന്നാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്, കേരളത്തിലെ മാത്രം പ്രതിഭാസമല്ല. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആശാ വർക്കർമാരുടെ ഈ സേവന വേതന വ്യവസ്ഥ 21,000 രൂപയ്ക്ക് ഉയർത്തണം എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ടോ ശ്രീ വി പി ശ്രീകുമാരൻ? അത് ഞാൻ പറഞ്ഞുതരാം. ആന്ധ്രാപ്രദേശിൽ ഇപ്പം 10,000 രൂപയാണ്, സിക്കിം 10,000 രൂപയാക്കി, 6,750 രൂപയാണ് തെലുങ്കാന, കേരള 6,000 അപ്പം ഞങ്ങൾ പറയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി സംയുക്തമായി, കാരണം ഇതിന്റെ ഫണ്ട് കൊടുക്കേണ്ടത് 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളുമാണ്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവും കൂടി ഇരുന്ന് ഇത് കാലോചിതമായി പരിഹരിക്കണം. നല്ല നിലപാടാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം മുന്നിൽ കണ്ട് കേന്ദ്രം അതിന്റെ വിഹിതം ഉയർത്തണം എന്ന് BJP ആവശ്യപ്പെടുന്നു അല്ലേ ശ്രീ വി ശ്രീകുമാരൻ? തീർച്ചയായിട്ടും ഒരു മൊത്തമായ ഒരു വിഹിത വർധനവാണ് ഇവരുടെ ആവശ്യമെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു. അതുകൊണ്ടല്ലേ ശ്രീ വി മുരളീധരനും ശോഭാ സുരേന്ദ്രനൊക്കെ പോയത്. ഇവർക്ക് പൈസ കൂട്ടിക്കൊടുക്കരുത് എന്നൊരു വാദം ഞങ്ങൾക്കില്ല. ഇവര് എന്താണ് ഇവര് കീടങ്ങളാണെന്നോ ഇവര് പാട്ടയിലുക്കാരാണെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല.
ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണം. അതിന് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വന്ന് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കണം. നല്ല നിലപാടാണ് സർ, നല്ല നിലപാടാണ്. അതങ്ങനെ ഉണ്ടാവും, വേണം, അങ്ങനെ ഉണ്ടാവുകയും ചെയ്യട്ടെ ഈ സമരത്തിനൊടുവിൽ. നല്ല നിലപാടാണ്, നല്ല നിലപാട്. ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ് നിലപാടിനെ. ശ്രീമതി യസ്മിനി, ഇവിടെ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ സമരപന്തലിലേക്ക് എത്തിയതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ചാപ്പ ഉണ്ടാകുമ്പോഴേക്കും ബാലൻസ് ചാപ്പ RSS ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു ഇത്രയും കാലം. എന്തുകൊണ്ടാണ് ഗോവിന്ദമാഷ് ഇന്നത് RSS ചാപ്പ എടുക്കാൻ മറന്നതെന്ന് എനിക്കറിയില്ല. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. യസ്മിനി, ഇവിടെ നിങ്ങൾ ഒരു കഥയില്ലാത്ത സമരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈർക്കിലാണ്. നിങ്ങൾ ഒന്നുമില്ലാത്തവരാണ്. ആകെ 7% മാത്രമേ ആൾക്കാരവിടെ ഉള്ളൂ എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞു, ഇളവരങ്കരിയും പറയുന്നു, ഇപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞു, എല്ലാവരും പറയലാണ്. അങ്ങനെ ആരുമില്ലാത്തൊരു സമരം നടത്തിയപ്പോൾ 18 വർഷത്തിൽ ആദ്യമായി ഇൻസെൻറ്റീവും ഈ പറഞ്ഞ ഓണറേറിയവും ഒക്കെ കുടിശ്ശിക കടന്നത് എടുകുറുക്കെ ചോറും കറിയും എന്ന് പറയും മട്ടിൽ പടപടപടാ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്യാൻ സർക്കാരിന് അറിയാം ശ്രീമതി യസ്മിനി. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം 21,000 എന്ന സംഖ്യയിലേക്ക് ഒരുപക്ഷെ ഉയരില്ലെങ്കിലും ഈ ഓണറേറിയത്തിൽ നിന്ന് കൂട്ടിയിട്ടേ അവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടോ ശ്രീമതി യസ്മിനി? തീർച്ചയായും ഞങ്ങളത് തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാരണം ഈ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണറേറിയം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇളമരങ്കരിയും നിയമസഭയിൽ ആവശ്യപ്പെട്ടതുപോലെ 10 വർഷം മുമ്പ് 10,000 രൂപയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായി ഇപ്പോഴായിരുന്നെങ്കിൽ അദ്ദേഹം 21,000 രൂപ ആവശ്യപ്പെട്ടേനെ. 700 രൂപയാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അവരാരും പ്രതിപക്ഷത്തിരുന്നെങ്കിൽ 700 രൂപയാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടേനെ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിലവിൽ കേരളത്തിലെ ആശാവർക്കർമാരെ സംബന്ധിച്ച് ഈ തുക വർദ്ധിപ്പിക്കാതെ ജീവിച്ച് മുന്നേറാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 7,000 രൂപയ്ക്ക് വിവിധ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും അതിന് പ്രകാരം അതിന് വേതനം വെട്ടിക്കുറയ്ക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേതനം വെട്ടിക്കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് CITU ആണ്. 2018 ചില മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചപ്പോൾ ആശാവർക്കർമാരുടെ വേതനം 2,000 രൂപയിൽ നിന്ന് 4,000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിച്ച സമയത്ത് അതിന് 10 മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത് CITU ആണ്. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ NHM ഡയറക്ടറേറ്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെട്ടു, ജോലി ചെയ്ത ശേഷം കൂലി കൊടുക്കാനുള്ള സമയത്ത് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും വെട്ടിക്കുറയ്ക്കുന്നതും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ CITUവിൻ്റെ നേതാക്കൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളാണ് ഇത് ഏർപ്പാടാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ പക്ഷേ അത് എടുത്തു കളയണം. കാരണം ആശാവർക്കർമാർക്ക് ജോലി ഭാരം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ജോലി ഭാരം കൂടുന്നത്? അപ്പോൾ CITUക്കാർ തന്നെയാണ് അത് ഏർപ്പാടാക്കിയതെന്നും ഇപ്പോൾ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ നിർബന്ധിതമായിരിക്കുന്നു. കാരണം അവരുടെ കൂടെയുള്ള ആളുകൾ പോലും അത് എതിർക്കുകയാണ്. അതൊന്ന്. 2, ജോലി ഭാരം കൂടിയത്. 1000 പോപ്പുലേഷനായിരുന്നു ഒരാശ എന്നതായിരുന്നു ഇവിടുത്തെ തത്വം. അത് പക്ഷേ 2018 മാറ്റി നിശ്ചയിച്ചു, ഒരു വാർഡിന് ഒരാശ എന്ന നിലയ്ക്ക്. അങ്ങനെ വരുമ്പോൾ ഒരു വാർഡിലെ പോപ്പുലേഷൻ 2,000, 2,500, 3,700 വരെ പല വാർഡുകളിലും വന്നു. അപ്പോൾ 3-4 ആശമാർ എടുക്കേണ്ട പണിയാണ് ഒരാശയുടെ ചുമലിലേക്ക് വന്നു ചേരുന്നത്. എന്ന് മാത്രവുമല്ല, ആശാവർക്കറായിരിക്കുന്ന ആളുകൾ മറ്റു ജോലിയിൽ ഏർപ്പെടാൻ പാടില്ലെന്നൊരു നിബന്ധനയും കൊണ്ടുവന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 500 രൂപയായിരുന്ന ഓണറേറിയം അത് കമ്പൽസറി അല്ലായിരുന്നു, അത് നിർബന്ധിതമല്ലായിരുന്നു, സന്നദ്ധ പ്രവർത്തനമായിരുന്നെങ്കിൽ അത് ഈ ഗവൺമെൻറ് വരുമ്പോഴേക്കും അത് നിർബന്ധിത പ്രവർത്തനമായി മാറി. അങ്ങനെ നിർബന്ധിത ജോലി കൂടി, അത് 24 hour ജോലി കൂടി, ജോലിയുടെ സമയം കൂടി നിർബന്ധിതമാക്കി. അപ്പോൾ നിർബന്ധിതമാക്കുമ്പോൾ ഒരാൾക്ക് ജീവിച്ചിരിക്കാനുള്ള വരുമാനം അവിടെ ഉറപ്പാക്കപ്പെടണം. അത് ഉറപ്പാക്കുന്നില്ല. അപ്പോൾ ഇതൊരു വലിയൊരു പൊരുത്തക്കേടുണ്ട്. ഇത് മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സമയത്തുള്ള സാധനങ്ങളുടെ വിലയല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കോവിഡ് കാലത്ത് കോവിഡ് പോരാളികൾ വാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട് ആശാവർക്കർമാർക്ക്. ഒരു PPE കിറ്റ് പോലും ഇല്ലായിരുന്നു. എന്തിന്? കോവിഡ് സമയത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്, കൃത്യമായി ശമ്പളം ആവശ്യപ്പെട്ടുണ്ട്, വേതനം ആവശ്യപ്പെട്ടുണ്ട്. ആ സമയത്ത് പോലും അന്ന് ഞങ്ങൾ സമരം ചെയ്യാൻ പോകുമ്പോൾ ആശാവർക്കർമാർ ചിലർ പറയുന്നത്, നമ്മൾ ഈ സമയത്ത് സമരം ചെയ്താൽ എങ്ങനെ ശരിയാവും? കാരണം ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയും എല്ലാ ആളുകളുടെയും സന്നദ്ധ പ്രവർത്തനം ആവശ്യപ്പെടുന്നൊരു സമയത്ത് കൂലി ചോദിക്കുന്നത് അന്യായമാകില്ലേ എന്ന് ഈ പാവപ്പെട്ട ആശമാർ സന്ദേഹിച്ചിരുന്നു. നമ്മൾ ഓർക്കണം, അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് തെരുവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയും പിന്നീട് കറിവേപ്പില പോലെ വലിച്ചെറിയുകയും അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, കടന്നാക്രമിക്കുക,
അങ്ങേറ്റം നികൃഷ്ടമായ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കുക. സത്യത്തിൽ ഇത് ഇവരെവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് സംശയമുണ്ട്. ഇവരുടെ പ്രയോറിറ്റി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകളെ, സ്ത്രീകളെ, അരികുവൽക്കരിക്കപ്പെട്ടവരെ പരസ്യമായി അധിക്ഷേപിക്കുന്നതിന് ഒരു മടിയും ഒരു മറയുമില്ലാതായിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരം വിജയിപ്പിക്കുന്നത് അനിവാര്യമാണ്. ഇതിനോടകം തന്നെ 2 കാര്യങ്ങൾ ഞങ്ങൾ നേടിക്കഴിഞ്ഞു. ഒന്ന്, ഈ നിബന്ധനകൾ 10 നിബന്ധനകൾ ഇല്ലാതാക്കാൻ ഇതിനോടകം ഞങ്ങൾക്ക് സാധിച്ചു. ജസ്മിൻ, ഈ കുടിശ്ശിക എന്ന് പറയുന്നത് നിങ്ങളുടെ സമരത്തിന് നേട്ടമായി കാണല്ലേ? ജോലി ചെയ്ത് ശമ്പളം കിട്ടുക എന്ന് പറയുന്നത് അവകാശമാണ്. അതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് ഇത്രയും ദിവസം സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഗതികേടാ. അതല്ലാതെ അത് നിങ്ങളുടെ അവകാശമാണ്. അത് ചെയ്ത പണിക്കുള്ള ശമ്പളമാണ്, കൂലിയാ. അതെ അതെ, ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ ആ കൂലി കിട്ടുന്നതിന് 4-5 മാസം എടുക്കണം. ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ ആശാവർക്കറോടൊപ്പം നിൽക്കുന്നത് കണ്ടിട്ട് ഇത്രയും ആക്ഷേപിച്ചിട്ടും ആശാവർക്കർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാത്തത് ഭയന്നിട്ട് ഈ 3 മാസത്തെ കുടിശ്ശിക 2 ദിവസം കൊണ്ട് കൊടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഇത് സാധാരണഗതിയിൽ നടക്കുന്ന സംഭവവികാസമല്ല. 5-6 മാസത്തെ കുടിശ്ശിക വരുമ്പോൾ ഞങ്ങൾ സമരം ചെയ്താൽ 1 മാസത്തെ ഓണറേറിയം തരും. അത് കഴിഞ്ഞ് വീണ്ടും സമരം ചെയ്യുമ്പോൾ ആ മാസത്തെ ഇൻസെൻറ്റീവ് തരും. അങ്ങനെ അല്പാൽപമായി കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇത് തരാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ അത് ഈ സമരമുഖത്ത് ഈ ആളുകൾ, ആയിരക്കണക്കിന് ആശാമാർ ഈ സമരമുഖത്ത് ഇരുന്നതിൻ്റെ അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് തരാൻ നിർബന്ധിതമായതാണ്. കാരണം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു. നിങ്ങൾ ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കാതിരുന്നിട്ട് വർത്തമാനം പറയരുതെന്ന് ഇങ്ങനെ പരിഹസിക്കുന്ന കണ്ടിട്ട് കൊടുക്കാൻ നിർബന്ധിതമായതാണ്. അപ്പോൾ അവർക്ക് കേന്ദ്രത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ പാറ്റേൺ ചെയ്ത് നടപ്പിലാക്കുന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ശരി, ഞാൻ ഞാൻ പ്രകാശ് ഭാഷയിലേക്ക് പോകുമ്പോൾ ഇന്നിപ്പോൾ ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്ത CATU സമരത്തിനിടയിൽ കണ്ട കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് ഞാൻ പ്രകാശ് ഭാഷയിലേക്കാണ്. തൊഴിലാളികളായി അംഗീകരിക്കുക. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സിന്ദാബാദ്. വർക്കേഴ്സ് സിന്ദാബാദ്. സ്കീം വർക്കേഴ്സ് സിന്ദാബാദ്. സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക. ചേച്ചി അംഗൻവാടിക്കാരാണോ? അംഗൻവാടിക്കാരെന്തിനാ ആശാവർക്കർമാരുടെ സമരം? നമ്മള് സംയുക്ത യൂണിയൻ അല്ലേ, ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ. ചേച്ചി എവിടെ നിന്ന് വരുന്ന ആശാവർക്കറല്ലേ? ഇത് അംഗൻവാടി. ഇതിപ്പോ ആശാവർക്കർമാരുടെ സമരം എന്നല്ലേ പറഞ്ഞത്? ഇത് അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സിന്റെ സമരവും കൂടി ഉണ്ട്. ഇന്നൊരു ദിവസം. പക്ഷേ അല്ല, മുദ്രാവാക്യങ്ങളിലൊന്നും അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് ആവശ്യങ്ങളൊന്നും ഉയർത്തിയിട്ടില്ല. അതിന്റെ നേതാക്കന്മാര് വേറെയാണ്. ആണ്. അപ്പൊ ഇപ്പൊ ആശാവർക്കർമാരുടെ സമരം അല്ലേ ഇവിടെ നടക്കുന്നത്? ആശാവർക്കർമാരുണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സും ഉണ്ട്. ആണല്ലേ. ചേച്ചി എവിടെ? ഞാനും അംഗൻവാടി ചേച്ചി അംഗൻവാടി വർക്കർ. ചേച്ചി എവിടത്തെ ആശാവർക്കറായ? ഞാൻ ആശാവർക്കറല്ല, ഞാൻ മഹിളാ അസോസിയേഷന്റെ ആളായിട്ട് വന്നത്. അല്ല, അപ്പൊ ആശാവർക്കർമാരുടെ സമരത്തിന് വർക്കർമാർ സമരം ചെയ്യാണല്ലോ, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. എം പ്രകാശൻ, ഇവിടെ ആശാവർക്കർമാരുടെ സമരത്തെ പൊളിക്കാൻ CATU വന്നപ്പോഴത്തേക്ക് അതിനകത്ത് അംഗൻവാടിക്കാരും മഹിളാ അസോസിയേഷൻകാരൊക്കെ പോട്ടെ, അവരും സമരത്തിലിരുന്നുണ്ട്. പക്ഷേ ആശാവർക്കർമാരെ ബലിയാടാക്കുന്ന പ്രഹസന സമരം അവസാനിപ്പിക്കുക എന്നൊരു ബോർഡ് CATU പിടിക്കുന്ന എന്തൊരു പ്രഹസനമാണ് മാഷേ. ആലോചിച്ച് നോക്കൂ. ഞാൻ പിന്നെയും ചോദിക്കുന്നത്, രാജ്യചരിത്രത്തിൽ ഒരു സമരത്തെ പൊളിക്കാൻ ബദൽ സമരമായി ഇറങ്ങിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇടതുപക്ഷം. എം പ്രകാശൻ, നിങ്ങൾ എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളെന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യം. ഒരു സമരത്തിൻ്റെ അടുക്കി എന്നിട്ട് അവർ വിളിക്കുന്ന മുദ്രാവാക്യം കേട്ടോ, സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികൾ അംഗീകരിക്കുക. അംഗൻവാടിക്കാർ വരും എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും സ്കീം വർക്കേഴ്സിൽ അവർ വരുമല്ലോ. സ്കീം വർക്കേഴ്സിൽ അംഗൻവാടിക്കാർ വരും. അംഗൻവാടിക്കാർ മാത്രമല്ല, ഈ പറയുന്ന നമ്മുടെ റിസോഴ്സ് ടീച്ചേഴ്സ് അവർ സ്കീം വർക്കേഴ്സിന് വരും. അവരുടെ മുദ്രാവാക്യം വിളിക്കുന്നത് അംഗൻവാടി. നിങ്ങൾക്കെതിരാ താല്പര്യത്തിനാ ഈ CATU നടത്തിയ സമരം അത് ആശക്കാരുടെ സമരമല്ല എന്ന് സ്ഥാപിക്കാനല്ലേ? ഇത് നെറികെട്ട രാഷ്ട്രീയം എന്നല്ലാതെ വേറെ എന്താ ഇതിന് പറയുക? അല്ല മാഷെ, ആശക്കാരുടെ സമരമാണോ അത്? മാഷ തന്നെ ഇപ്പൊ പറഞ്ഞ ആശക്കാരുടെ സമരം അല്ല, എന്നിട്ട് മാഷ തന്നെ പറയാണ് എന്റെ ആവശ്യമാണെന്നാണ്. നിങ്ങൾ പറയുന്നത് സ്കീം വർക്കേഴ്സിന്റെ സമരമാണോ ഇന്ന് കണ്ടത്? ആശക്കാരുടെ സമരമാണോ? കാര്യങ്ങൾ അറിയാന്ന് 24 നിങ്ങൾ മുദ്രാവാക്യം കേട്ടോ. അല്ല, എന്നാ മാഷ് പറ, സ്കീം വർക്കേഴ്സ് എല്ലാവരും ചേർന്ന സമരമായിരുന്നോ? ആശാ വർക്കർമാരുടെ സമരമായിരുന്നോ? നിങ്ങൾ
എന്തിനാ അതിനിങ്ങനെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം? നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ടത് എന്താ? സ്ഥാപിക്കേണ്ടത് നടത്തിയ സമരം ആശക്കാരുടെ സമരമല്ല, കണ്ട് അവിടെ നിന്നെല്ലാം സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവന്ന് CITUക്കാർ നടത്തിയിട്ടുള്ള ഒരു പ്രഹസന സമരമാണ്. അതൊക്കെ പറഞ്ഞ പോരെ? നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്കീം വർക്കർമാരുടെ സമരമാണെന്ന് മാഷ് തന്നെ ഇപ്പൊ പറഞ്ഞേ? എന്നിട്ട് മാഷ് തന്നെ ആശാവർക്കർമാരുടെ സമരം അല്ലെന്ന് മാഷ് തന്നെ പറഞ്ഞല്ലേ? ഒരുപാട് പറഞ്ഞല്ലോ. നിങ്ങളെ അല്ല, എന്നാ പിന്നെ ആങ്കർ പ്രസംഗിച്ചാ പോരെ? ഒരു കാര്യം ചെയ്യ, ആങ്കറുടെ 1 മണിക്കൂർ നേരത്തെ പ്രസംഗം വെച്ചാൽ പോരെ? നിങ്ങൾ ഇതിനെ ചർച്ച വെക്കുന്നേ? നിങ്ങൾ വിളിച്ചിട്ട് 3-4 പേരെ ഇവിടെ CPM-നെതിരായിട്ട് പറയാൻ വേണ്ടി നിങ്ങൾ ചട്ടം കെട്ടി, നിങ്ങളും എതിരായിട്ട് പറയുന്നു. എന്നെ പറയുന്ന അനുവദിക്കണം. എൻ്റെ വായിൽ കയറിയല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പടപടാന്ന് അക്കൗണ്ടിലേക്ക് വന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 11 മാസമായിട്ട് ഒരൊറ്റ പൈസ ഇപ്പോൾ പറഞ്ഞല്ലോ BJP-യുടെ ആൾ. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആരോഗ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു ആശക്കാരുടെ പൈസ 120 കോടി രൂപ കൊടുക്കാനുണ്ട്. അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന NHM-നെ പറ്റിയല്ലേ? NHM-ന്റെ പൈസ 900 കോടി രൂപ കൊടുക്കാനുണ്ട്. ഈ കേരളത്തിൽ കൊടുക്കുന്നില്ല. അതൊന്നും പണം നിങ്ങൾക്ക് കണ്ണില്ല. ആശക്കാർ ഈ സമരത്തിനിടയ്ക്ക് എനിക്ക് 17,000 രൂപ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ആശയുണ്ട്. നിങ്ങൾ അവരുടെ വാർത്ത കൊടുത്തിട്ടുണ്ടോ? 13,000-ലേറെ കിട്ടുന്ന ആളുകൾ 21,000 ഉണ്ട്. അവർ നടത്തിയ പത്രസമ്മേളനമുണ്ട്. നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കില്ല. എന്തുകൊണ്ട്? അത് LDF ഗവൺമെന്റിന് അനുകൂലമാണ്. നിങ്ങൾ ഈ പറഞ്ഞ LDF ഗവൺമെന്റ് എതിരാണെങ്കിലേ കൊടുക്കുള്ളൂ. എന്നിട്ട് അവർക്ക് വേണ്ടി പറയാം പടപടാന്ന് വരുന്നു. എന്ത് പടപടാന്ന് വരുന്നു? 11 മാസമായിട്ട് ശമ്പളം കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 2-ാം തീയതി ഇവിടെ പാർലമെന്റിൽ 1860-ാമത്തെ ചോദ്യത്തിന് മന്ത്രി കൊടുത്ത മറുപടി ഞാൻ വായിക്കാം. ആശാസ് ആർ NSA to be community health volunteers entitled to task or activity based incentive. Ashas receives a fixed monthly incentive of ₹2,000 per month for routine and recurring activities. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത മറുപടിയാണ്. എന്ന് പറഞ്ഞാൽ ആശക്കാർക്ക് ആകെ കൊടുക്കുന്ന റെമ്യൂണറേഷൻ 2,000 രൂപയാണ്. ഇപ്പോൾ BJP-ക്കാരൻ പറഞ്ഞല്ലോ 60:40 ആണെന്ന്. നേരത്തെ 100% ആയിരുന്നല്ലോ, ഇപ്പോൾ 60:40. പക്ഷെ ഏതിൻ്റെ 60:40? 3,000 രൂപയുടെ 60:40 ആണ്. അല്ലാതെ 10,000-ൻ്റെതല്ല. 7,000 രൂപ കൊടുക്കുന്ന പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ബാക്കി 3,000 രൂപയുടേത് 2,000 കേന്ദ്രം, 1,000 സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ കേരളത്തിലെ ഗവൺമെന്റ് 13,000 രൂപ കിട്ടുന്ന ഒരു ആശാവർക്ക് 11,000 രൂപ കൊടുക്കുന്ന LDF-ന്റെ ഗവൺമെന്റാണ്. അത് പറയണ്ടേ നിങ്ങൾ? ഞങ്ങൾ ഒറ്റക്കാർ ആശക്കാരുടെ സേവനത്തെ കുറിച്ചും അവരനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചും ഒന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ആരെക്കാളും നിങ്ങൾക്കതറിയാം. ആശക്കാർ വലിയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. വളരെ കുറഞ്ഞ വേതനമേ ഉള്ളൂ. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം, അവരെ സ്ഥിരപ്പെടുത്തണം, അവർക്ക് മാന്യമായ വേതനം കൊടുക്കണം. ഇതെല്ലാം ഞങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് അതെല്ലാം ഇപ്പോഴേ അറിയുള്ളൂ. എന്തുകൊണ്ട്? ഇപ്പോൾ CPM വിരുദ്ധ സമരം ആരംഭിച്ചിരിക്കുന്നു. അപ്പം അറിയാം. നേരത്തെ ഈ മുദ്രാവാക്യമായിട്ട് CITU സമരം നടത്തിയാൽ നിങ്ങൾ കാണില്ല. കാരണം CITU-വിനാണ് സമരം. ഈ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിലെ സമരം. ആ സമരത്തിൽ വൃന്ദാക്കാരായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സമരം. അവരാവശ്യപ്പെട്ടത് എന്താ? സ്കീം വർക്കർമാരെ സ്ഥിരം ജീവനക്കാരായിട്ട് അംഗീകരിക്കണം, അവർക്ക് സ്ഥിരം നിയമനം കൊടുക്കണം, അവരുടെ റെമ്യൂണറേഷൻ 30,000 വർദ്ധിപ്പിക്കണം. ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കാവുന്ന വാർത്തയാവില്ല. എന്തുകൊണ്ട്? അത് നരേന്ദ്രമോദിക്കെതിരാണ്, ആ BJP-ക്കെതിരാണ്. വാർത്തയാവില്ല. കേരളത്തിൽ ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അവൻ്റെ ആരോഗ്യമന്ത്രിയുടെ വീട് വളർന്നിട്ടുണ്ട് ആശക്കാർ. നിങ്ങൾക്ക് വാർത്തയാവില്ല. കാരണം ഉമ്മൻചാണ്ടിക്കെതിരാണല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 500 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് വാർത്തയാവില്ല. ഈ ഗവൺമെന്റ് 3,500 രൂപ ഒന്നാമത്തെ പിണറായി ഗവൺമെന്റ് കൊടുത്തു. ഇപ്പോൾ 2,500 രൂപ അധികം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഏറെ റെമ്യൂണറേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നത് കേരളമാണ്. നിങ്ങൾക്കതൊന്നും വാർത്തയാവില്ല. ഇതിപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ സമരം ആശാ വർക്കർമാരുടെ സമരമാണോ അതോ സ്കീംഡ് തൊഴിലാളികളുടെ മൊത്തം എല്ലാവരെയും ഇറക്കി നടത്തിയ സമരമാണോ? CM പ്രകാശൻ, CITU നിങ്ങൾക്കിപ്പോൾ അത് ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞിട്ടെന്താ വേണ്ടേ? നിങ്ങൾക്കിപ്പോൾ ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞിട്ടെന്താ വേണ്ടേ? ആ സമരം ഉദ്ഘാടനം ചെയ്ത ആള് ആശാ വർക്കറാണെന്ന് ചോദിച്ചാൽ അല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ സമരം ആശാ വർക്കർമാരുടെ സമരമായിരുന്നോ അതോ മാഷ് തന്നെ പറയുന്നത് പോലെ ഈ സ്കീംഡ് അംഗനവാടി തൊഴിലാളികൾ, മറ്റ് CPM പ്രവർത്തകർ, മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന സമരമായിരുന്നോ? CM പ്രകാശൻ, നികൃഷ്ടമായ നിലപാടാണ്. എന്നിട്ടാണോ മാഷെ നിങ്ങൾ അവരുടെ സമരം ഈർക്കിൽ സമരമാണെന്ന് പറയുന്നത്? എന്നിട്ടാണോ മാഷെ നിങ്ങൾ അവരുടെ സമരം 1000 പേരും ഇല്ലാത്ത സമരമെന്ന് പറയുന്നത്? M പ്രകാശൻ മാഷെ, അവിടെ നിങ്ങൾ CITU ആശാ സമരത്തിന് ബദലായി സമരം ഇറക്കുന്നു. ആശാ വർക്കർമാരുടെ സമരം, അതിൽ വരുന്ന എല്ലാവരും അംഗനവാടിക്കാർ, പാർട്ടി പ്രവർത്തകർ, മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എല്ലാവരും കൂടി ഇറക്കിയിട്ടാണ് നിങ്ങൾ ഈ പാവങ്ങളെ 1000 പേരെന്ന് അധിക്ഷേപിക്കുന്നത്. M പ്രകാശൻ മാഷെ, ലോജിക്ക് വേണ്ടേ? ഒരു വാക്യം പറയട്ടെ. അങ്ങനെയൊന്നല്ലെന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല. സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം സംബന്ധിച്ച് ഗവൺമെന്റ് പറഞ്ഞു 7%, 2000-ൽ താഴെയാണ് സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ. ബാക്കി എല്ലാവരും ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ എന്താ പ്രശ്നം?
പിന്നെ അവിടെ ആശക്കാർ കുറെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ മൈക്കുകാരൻ ഒറ്റ ആശക്കാരന് കാണാത്തത്? നിങ്ങളുടെ TV-കാരന് ആശക്കാരെ കാണാനാവുന്നില്ലല്ലോ. മൈക്ക് ചോദിച്ചവരൊക്കെ അംഗനവാടിക്കാരെന്നാ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ അവരെയൊക്കെ മാറ്റുകയും ചെയ്തു. നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ട അല്ല, ഞാൻ പറഞ്ഞത് അംഗനവാടിക്കാർക്ക് എന്താ കുഴപ്പം? അംഗനവാടിക്കാർ തെരുവിൽ സമരം നടത്തി സ്ഥാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അതെ, പക്ഷെ ഈ സമരത്തിൽ ഈ അംഗനവാടിക്കാരെ മാത്രം തെരഞ്ഞെടുക്കേണ്ട കാര്യം എന്താ? തെരഞ്ഞെടുപ്പൊന്നുമല്ല, നമ്മൾ പോയി നമ്മുടെ സലീം മൈക്ക് വെച്ച് ചോദിച്ചവർക്ക് അംഗനവാടിക്കാരെന്ന് പറഞ്ഞു. അത് നമ്മുടെ കുറ്റമാണോ സലീമിന്റെ കുറ്റം? പോട്ടെ. അത് എന്തൊരു ശുദ്ധൻ. അല്ല, ഞാൻ പറഞ്ഞ അംഗനവാടിക്കാർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടെന്നേ. അംഗനവാടിക്കാർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. ആശാ വർക്കർമാർക്ക് സമരം ചെയ്യാൻ അവകാശം. ഇത് കേരളമല്ലേ? സമരത്തിൽ പങ്കെടുക്കുന്ന ആശക്കാരെ നിങ്ങൾ കാണില്ല. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സമരത്തിൽ പങ്കെടുക്കുന്ന ആശക്കാരെ നിങ്ങൾ കാണില്ല. ഓക്കെ, ഞാൻ എസ്മിനോട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അല്ല, ശ്രീമതി എസ്മിനി, ഈ പറഞ്ഞ ഇതിൽ മാഷ് പറഞ്ഞ 21,000 വരെ പൈസ കിട്ടുന്നവരുണ്ട്, 17,000 കിട്ടുന്നവരുണ്ട്. ചോര തന്നെ കൊതുകിന്റെ കൂഷം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലക്ഷ്യം ഒറ്റ കാര്യമാണ്. ഈ സമരം CPM-നെതിരായിട്ട് തിരിക്കണം. ആ താല്പര്യം നിങ്ങൾക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ആശക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം അവർ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. LDF-ന്റെ ഗവൺമെന്റ് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവെന്ന്. ശരി, രാഷ്ട്രീയ പ്രബുദ്ധയുള്ള ആശാ വർക്കർമാരാണ് ആരൊക്കെയോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണെന്നോ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്നതാണെന്നോ ജമാഅത്തെ ഇസ്ലാമി SDPI സംഘടനത്തിൽ കൊണ്ടുവന്നവരാണെന്നൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അങ്ങിപ്പോൾ പറയുകയാണ് കേരളത്തിലെ ആശമാർ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ഒരു തർക്കമാക്കരുതില്ല. കേരളത്തിലെ ആശമാർ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സംസാരിക്കൂ. ഈ സമരത്തിൽ സമരം മിനി മാത്രമൊന്നുമല്ല. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മിനി മാത്രമൊന്നുമല്ല. ആ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോട് സംസാരിക്കൂ. അവരുടെ ആവശ്യത്തിൽ അവർക്ക് ഒന്നാന്തരം ധാരണയുണ്ട്. അവർ പറയുന്ന രാഷ്ട്രീയത്തിൽ അവർക്ക് ഒന്നാന്തരം ക്ലാരിറ്റി ഉണ്ട്. അതിനെ പാട്ടപ്പിരിവ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതായി പോകില്ല. മാഷ്, ഞാൻ എത്താം. ശ്രീമതി യസ്മിനി, ഇവിടെ 17,000 കിട്ടുന്നവരുണ്ടോ? ഇവിടെ 21,000 കിട്ടുന്നവരുണ്ടോ? അവർ നടത്തിയ വാർത്താ സമ്മേളനം യസ്മിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചുരുങ്ങിയ വാക്കിൽ മറുപടി പറയണേ. ഒരിക്കലുമില്ല, തെറ്റായ കണക്കാണ്. മന്ത്രി പോലും അത് പറഞ്ഞിട്ടില്ല. ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. മാഷ് പറഞ്ഞു 17,000 പറഞ്ഞു. മാധ്യമം എരു കൂട്ടാൻ എന്തെങ്കിലും പറയരുത്. ഞാൻ പറഞ്ഞു 17,000. നിങ്ങൾ കേൾവിക്കാരുണ്ടല്ലോ. ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്ക് ഓർമ്മ പശുവില്ല. 17,000 ഞാൻ പറഞ്ഞു. അത് വിട്ടേക്ക് 17,000 കിട്ടിയിട്ടുള്ളവരുണ്ടോ? 17,000 പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൺ ചെയ്യും. അല്ല, 17,000 കിട്ടിയവരുണ്ട്. 17,000 നിങ്ങളുടെ മാർച്ചിന് വിരുദ്ധ തിമിരെ കൊണ്ട് വരുന്നതാണ്. അങ്ങനെ പറയില്ല. മാഷിന് ഇടയ്ക്കൊരു ടങ് സ്ലിപ്പാണ്. 21 മാസം പറഞ്ഞു. 21 മാസം പറഞ്ഞു. ഓക്കെ. അല്ല, 17,000 കിട്ടിയവരുണ്ടോ? ഞാൻ പറഞ്ഞില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് 7,000 രൂപ ഓണറേറിയം ഇൻസെന്റീവും ചേർത്ത് 13,200 രൂപ കിട്ടുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിച്ചു. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ആർക്കാണ് കിട്ടിയെന്ന് ഞങ്ങൾക്കറിയില്ല. അത് കഴിഞ്ഞ് ഇന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു 10,000 രൂപ മുതൽ 13,200 രൂപ എന്ന്, 13,000 രൂപ വരെ എന്ന് പറഞ്ഞാൽ 7,000 രൂപ ഓണറേറിയം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഇൻസെൻറ്റീവ് ഓണറേറിയം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ കണക്ക് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 10,000 എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. പരമാവധി ആളുകൾക്ക് 10,000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് 13,000 രൂപ എന്ന് പറയുന്നത് അതൊരു വ്യാജ കണക്കാണ്. ഓക്കെ, ജിൻഡോ, 7,000 ഈ കേരളത്തിൽ ഇപ്പോൾ UP-യിൽ എത്രയാണ്, മധ്യപ്രദേശിൽ എത്രയാണ് എന്നൊക്കെ ചോദ്യത്തിൽ കേരളത്തിൽ അർത്ഥമില്ല. കേരളത്തിൻ്റെ ജീവിത നിലവാരം കൂടിയതാണ്. കേരളത്തിൽ വിലയടക്കം കൂടിയതാണ്. അതുകൊണ്ട് 7,000 232 രൂപ അപര്യാപ്തമാണെന്നതിൽ തർക്കമില്ല. പക്ഷേ ആ 232 എത്തിയതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് നിങ്ങൾ കണ്ടില്ല നടിക്കരുത് ജിൻഡോ. ഇല്ല കാശ്മി, ഈ പദ്ധതി തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ജോലിയല്ല ഇപ്പോൾ ആശാ വർക്കർമാർ ചെയ്യുന്നതെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ആശാ വർക്കർമാരോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. അതിന് നമ്മൾ വലിയ ഗവേഷണവും നടത്തണ്ട. എന്ന് ഈ പദ്ധതി ആവിഷ്കരിച്ചോ അന്നുള്ള അത്രയും ജോലിഭാരമല്ല ഇന്ന് ആശാ വർക്കർമാർക്കുണ്ടായത്. അന്നൊരു പാർട്ട് ടൈം സേവനം പോലെ തുടങ്ങിയ പരിപാടി ഇന്ന് അവരുടെ മുഴുവൻ സമയ ജോലിയായി മാറിയിരിക്കുന്നു. അവർക്ക് 18-20 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള വേതനം കൊടുക്കണം. അത് ചോദിക്കുന്നത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവരുടെ ദയ കൊണ്ടാണെന്ന് പറയുന്നത്. ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ബംഗാളിലെ ആ സഖാക്കന്മാരൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് കേരളത്തിൽ വന്ന. എന്തുകൊണ്ടാണ് ബംഗാളിലെ സഖാക്കന്മാർക്ക് ഇവർ പോരാട്ടം നടത്തിയിട്ട് ജീവിക്കാൻ പറ്റാതെ പോയത്? പ്രകാശ് മാസ്റ്റർ കുറ്റം പറയുന്ന കൂട്ടത്തിൽ ഇന്ത്യ വിഷനും സൂര്യ TV ഒക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വല്ല ഫാഷൻ TV കൂടി കയറി പറയുന്ന. എന്തൊക്കെയാണ് പ്രകാശ് മാസ്റ്ററെ പറയുന്നത്? 24-ലെ ക്യാമറാമാന് കൂലി കൊടുക്കണ്ടോ ഇല്ലെന്നുള്ള തർക്കം അവർ തീർത്തോളും. പക്ഷേ ആശാ വർക്കർമാരല്ലേ കേരളത്തിന്റെ ആരോഗ്യ ബ്രിഗേഡ്, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരുടെ കാര്യം ചോദിക്കുമ്പോൾ 24-ലെ ക്യാമറമാന്റെ ശമ്പളം ചോദിക്കേണ്ടത്
നമ്മുടെ ജോലിയല്ലല്ലോ. നമ്മൾ പൊതുപ്രവർത്തകർ, ആശാ വർക്കർമാരുടെ കാര്യം പറയാം. 24-ലെ ക്യാമറാമാൻമാർക്ക് പരാതി ഉണ്ടെങ്കിൽ അതും നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സമരത്തെ ഭയമായതുകൊണ്ടാണ് മിനിയെ പോലുള്ള ആളുകളെ നിങ്ങൾ ആക്ഷേപിക്കുന്നത്. ഓടാത്ത ഹെലികോപ്റ്ററിന് 80 കോടി രൂപ വാടക കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് 28 കോടി രൂപ വാടക കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല. ഈ തോർത്തിന് 36,000 രൂപയും കണ്ണടയ്ക്ക് 50,000 രൂപ മേടിക്കുന്ന മന്ത്രിമാർക്കും MLA-മാർക്കും യാതൊരു ഉളുപ്പും നാണവുമില്ല. പക്ഷേ മിനി കൂപ്പറിൽ നടക്കുന്ന മക്കൾക്ക് 50 ലക്ഷത്തിന്റെ മിനി കൂപ്പർ സമ്മാനം കൊടുക്കുന്ന നേതാക്കന്മാരുള്ള നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവർക്ക് ഈ ആമസോൺ കാട്ടിലെ തീപിടുത്തത്തിനെതിരെ അടച്ചിട്ട എംബസിക്ക് മുമ്പിൽ പോയി ഞായറാഴ്ച സമരം ചെയ്ത പാർട്ടിക്കൊക്കെ ഇപ്പോൾ സമരക്കാരോട് ആക്ഷേപമാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം കാശ്മീർ. ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീര് വീണുണങ്ങിയാൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടൽ ഒന്നാകെ പെയ്താലും ഈ പാർട്ടി ഇവിടെ ക്ലച്ച് പിടിക്കാൻ പോകില്ല, ഇവിടെ കിളിയാൻ പോകുന്നില്ല. ഈ സിക്കിമിൽ 10,000 രൂപയാണ് ഓണറേറിയമായി കൊടുക്കുന്നത്. സിക്കിം അത് വളരെ ബോധപൂർവം ഈ ആളുകൾ മാറ്റിവെക്കുകയാണ്. സിക്കിം മാത്രമല്ല ആന്ധ്രാപ്രദേശും ആ 10,000 കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ കൈ കാണിച്ചത് ഈ പ്രകാശൻ മാഷെ ഇങ്ങനെ നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത്, മോശമാണ്. അവരുടെ ആവശ്യം ന്യായമാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ കേരളത്തിന് കൊടുക്കുന്നത് 913 കോടി രൂപയാണ് നിശ്ചയിച്ചത്. അതിൽ 1058 കൂട്ടിക്കൊടുത്തു. ഇനിയും കൂട്ടണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെടണം. ഈ സ്ത്രീകൾ സമരം ചെയ്താലൊന്നും സർക്കാർ വീഴില്ല. അങ്ങനെ തുമ്മിയാ തെറുക്കുന്ന മൂക്കാണോ നിങ്ങളെ മൂക്ക്? ഞാൻ ചോദിക്കട്ടെ, ഹരിയാനയിൽ കർഷകർ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്തില്ലേ, എന്തായി? അതൊന്നും നടക്കാത്ത കാര്യം. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പേടിക്കൊടലന്മാരാവില്ല. കുറച്ച് സ്ത്രീകൾ സമരം ചെയ്താൽ വീഴുന്ന സർക്കാരാണെങ്കിൽ ആ സർക്കാർ അങ്ങ് പോകട്ടെ എന്ന്. എന്തിനു കെട്ടിപ്പിടിച്ചിരിക്കുക സർക്കാരിനെ? അതുകൊണ്ട് മനോഭാവം മാറ്റുക, നിലപാട് മാറ്റുക. ഞങ്ങളും തയ്യാറാണ് നിങ്ങളോടൊപ്പം ചേരാൻ. നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ട് 2 കൂട്ടരും പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കട്ടെ. ഭാവിയിൽ ഇവർക്ക് നല്ലൊരു തുക കിട്ടട്ടെ, പെൻഷൻ കിട്ടട്ടെ, റിട്ടയർമെൻറ്റ് ആനുകൂല്യം കിട്ടട്ടെ, ഈ പാവങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. അങ്ങനെയാണ് രാഷ്ട്രീയക്കാരായ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ശ്രീ പ്രകാശൻ, ചുരുങ്ങിയ മറുപടി. താങ്കൾ നേരത്തെ പറഞ്ഞ എൻ്റെ ഇൻട്രോയിൽ ഞാൻ ഒറ്റ ഇടതുവിരുദ്ധ വർത്താനം പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇടത് വർത്താനമാണ് പറഞ്ഞത്. അതായത് ഇൻകുലാബ് സിന്ദാബ് എന്ന മുദ്രാവാക്യമടക്കം ഞാൻ പറഞ്ഞത് ഇടത് വർത്താനമാണ്. വിട്ടേക്കും പറയാ. ഈ ഞങ്ങളെ ആക്രമിക്കുന്ന മുഴുവൻ ആളുകളും ഞങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് ആക്രമിക്കുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. പിന്നെ വസ്തുതാപരമായ ചില പശകൾ ഞാൻ പറയാം. ആന്ധ്ര കൊടുത്തുകൊണ്ടിരിക്കുന്ന 1000 രൂപയാണ്. അതുപോലെ സിക്കിം 10,000 രൂപ വരെ എത്തുന്നതിന് വേണ്ടി എത്ര പൈസ വേണമോ അത്രയും കൊടുക്കും എന്നുള്ളതാണ് സിക്കിമിൻ്റെ തീരുമാനം. അല്ല, 10,000 രൂപ അവർ കൊടുക്കുന്നില്ല. പിന്നെ കേന്ദ്രം കൊടുക്കുന്ന പൈസ വെറും 2,000 രൂപയാണ്. 10,000 രൂപ കൊടുക്കുന്നതിൽ 8,000 രൂപ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നാണ്. കേന്ദ്രം മറ്റ് പൈസ ഒന്നും അതിൽ കൊടുക്കുന്നില്ല. പിന്നെ ഈ കാര്യം സംബന്ധിച്ചിപ്പോൾ ഏറ്റവും ഒടുവിൽ ജനുവരി മാസത്തിൽ 13,000 രൂപ വരെ വേതനം വാങ്ങിയ ആളുകളുടെ എണ്ണം സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് 21,900. ആ ഗളിത് 26,125ആണ്. ആ 21,900 ആളുകൾ 13,000 രൂപ വാങ്ങുന്നവരാണ്. അത് പോരാ, അത് കറക്റ്റ്. അവർക്ക് 21, 25, 30 കിട്ടണം, അതിലും തർക്കമില്ല. പക്ഷേ ഏറ്റവും ഏറെ പണം കൊടുക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. അവർക്ക് ഏറ്റവും ഏറെ പണം വർദ്ധിപ്പിച്ചത് കേരള ഗവൺമെൻറ്റാണ്. കേന്ദ്രം കൊടുക്കാഞ്ഞിട്ട് പണം പൂർണ്ണമായി കൊടുക്കുന്ന കേരള ഗവൺമെൻറ്റാണ്. അവരെ ശത്രുക്കളായി കാണുന്നൊരു സമരമാണ് ഇപ്പോഴത്തെ സമരം. അവരെ അല്ല ശത്രുക്കളായി കാണേണ്ടത് കേന്ദ്രത്തെയാണ്. കേരള നിയമസഭ ഐകകണ്ഠ്യേന കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കണം, റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കണം, ഇവരെ സ്ഥിരപ്പെടുത്തണം. നിയമസഭ ഐകകണ്ഠ്യേന ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയവും ഇൻസെന്റീവും കൊടുക്കുന്ന കേരളത്തിലാ. നിങ്ങൾ ഇങ്ങനെ നിരന്തരം ഈ മറുപടി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ മറുപടി പറഞ്ഞല്ലോ. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര തോമസ് ആവശ്യപ്പെട്ടോ? വിഹിതം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടോ? സമ്പത്ത് ആവശ്യപ്പെട്ടോ? കേരള സർക്കാരിന്റെ പ്രതിനിധി ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെട്ടില്ലല്ലോ. നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ സമരത്തെ ആക്ഷേപിക്കണമെങ്കിൽ അത് പറയും. നിങ്ങൾ ആവശ്യപ്പെട്ടോ? ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ ചർച്ച ഇനി കേന്ദ്രം പണം തരാമെന്ന് തർക്കമൊന്നുമില്ല. പക്ഷേ 7,000 ഒരു 10,000 ആക്കാൻ സംസ്ഥാനത്തിന് പറ്റും. പ്രകാശ് മാഷെ, 7,000 ഒരു 10,000 ആക്കാൻ സംസ്ഥാനത്തിന്റെ പണം ഉണ്ട്. പ്രകാശ് മാഷെ, PSC അംഗങ്ങൾക്ക് പണം കൊടുക്കാൻ പണം ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഇറങ്ങാൻ പോകുന്ന പുത്തൻ കാറുകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മുടെ ഈ പണം ഉണ്ടെങ്കിൽ, ഇവിടെ KV തോമസിന്റെ യാത്രാപത്ത കുത്തനെ കൂട്ടാൻ പണം ഉണ്ടെങ്കിൽ, 7,000 ഒരു 10 രൂപ ആക്കാനുള്ള പണം സംസ്ഥാന സർക്കാരിൽ ഉണ്ട്. മെമ്പർമാർക്ക് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കല്ലെന്ന്. PSC-ക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിലക്ക് PSC പണം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരള. ബെസ്റ്റ്. എന്നിട്ട് 3,50,000 എത്ര? 3,50,000 കാറ്, വീട്, ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും.
232 രൂപ മേടിക്കുന്നൊരു പാവം ചേച്ചി അടുത്തിരിക്കുക. അവിടെ 3,80,000 കൊടുത്ത് കേരളത്തിലെ ഏറ്റവും കുറവെന്ന് പറയാം. പോട്ടെ വിട്ടേക്ക് നമ്മുടെ സമയം കഴിഞ്ഞു. പണ്ട് കോവിഡ് കാലത്ത് തിരുവനന്തപുരത്ത് ഒരു റൂമിൽ ഒറ്റക്കടച്ചിരുന്ന എൻ്റെ മുന്നിൽ വന്ന ഒരു ആശാപ്രവർത്തകയുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വന്ന ഓരോ ആശാപ്രവർത്തകർ എല്ലാവരും ഓർമ്മയിലുണ്ട്. അവർ സമരത്തിലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴയാണ്, ഇനി വരുന്ന മഴക്കാലമാണ്. ഈ പെരുവെയിലത്ത് മഴ ചെയ്തവർ പെരുമഴയത്തും മഴ ചെയ്യാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കൂടിയും അവരെ അങ്ങനെ മഴ നനയിക്കുന്നത് സാംസ്കാരിക കേരളത്തിൽ യോജിക്കുന്നതല്ല. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.